हालेलुया, हालेलुया, हालेलुया। हालेलुया। कुछ बातों को हम अपने व्यक्तिगत जीवन में प्राप्त करें। നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ചിലത് പ്രാപിക്കാം. परमेश्वर अपने व्यक्तिगत जीवन की पहचान में अद्भुत रीति से अपने भविष्यवक्ताओं को ठहराता है. ദൈവം തന്റെ പ്രവാചകന്മാരെ ഈ പറയുന്ന അറിവുകളുടെ മേഖലയ്ക്കകത്ത് നിർത്തുന്നു. भविष्यवक्ता बनाए नहीं जाते, परमेश्वर भविष्यवक्ताओं को ठहराता है और भविष्यवक्ता अपनी मां की कोख से जन्म लेते हैं. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇതുപോലുള്ള പ്രവാചകന്മാരെ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതല്ല, ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് അമ്മയുടെ ഉദരത്തിലാകും മുൻപേ ഒരു പ്രവാചകനെ ദൈവം വിളിച്ച് നിയോഗിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. परमेश्वर की अद्भुत महिमा के कार्य के लिए जब आप चुने गए होते हैं, ദൈവത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി നിങ്ങളെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ तो केवल आपके व्यक्तिगत जीवन के साथ साथ आत्मिक संसार भी उस सत्य को जानता है. നിങ്ങൾ മാത്രമല്ല, ആത്മമണ്ഡലം ആ സത്യത്തെ തിരിച്ചറിയുകയാണ്. यीशु मसीह के जन्म से पहले जब वो केवल बालक ही था, आत्मिक संसार उस सत्य को जानता था. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കും മുൻപ് ആത്മമണ്ഡലം യേശുവിനെ കുറിച്ച് തിരിച്ചറിഞ്ഞു. और यीशु मसीह जब बालक ही था, उसके व्यक्तिगत जीवन के लिए उस योजना को प्रकट किया गया. യേശു കർത്താവ് ഒരു ചെറിയ ബാലനായിരിക്കും മുൻപേ താൻ ജീവിതത്തിൽ എന്തായി തീരണം എന്നുള്ളത് വ്യക്തമായി പ്രകടമാക്കി കഴിഞ്ഞു. पर मैं आपको कहना चाहता हूं, എന്നാൽ ഞാൻ പറയുകയാ, आत्मिक संसार परमेश्वर की योजना को रोकने के लिए कितना भी प्रभावशाली रीति से कार्य करे, परमेश्वर अपनी योजना को पूरी करेगा. ആമേൻ. ആത്മമണ്ഡലം എത്രമാത്രം ദൈവത്തിന്റെ പദ്ധതികളെ എതിർക്കാൻ നോക്കിയാലും അത് നിശ്ചയമായി സംഭവിക്കും. परमेश्वर ने अपनी व्यक्तिगत योजना में मोसेस को चुना. മോശയെ ദൈവം തെരഞ്ഞെടുത്തു. कई बार हम ऐसा सोचते हैं നമ്മൾ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, कि मोसेस परमेश्वर की दृष्टि में चुनाव कब पाया. മോശ ദൈവത്തിന്റെ പദ്ധതി തെരഞ്ഞെടുത്തു. मोसेस जब दर्शन पाया तब उसका चुनाव नहीं हुआ था. മോശയ്ക്ക് ദർശനം ലഭിച്ചപ്പോൾ അല്ല അവൻ തെരഞ്ഞെടുക്കപ്പെട്ടവനായത്. पर मोसेस के व्यक्तिगत जीवन का चुनाव तब से हो चुका था जब उसकी मां के कोख से उसने जन्म लिया था. എന്നാൽ അമ്മയുടെ ഉദരത്തിനകത്തുനിന്ന് പുറത്തു വരുന്ന സമയത്ത് തന്നെ അവൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു. और आत्मिक संसार उस सत्य को जानता था. ആത്മമണ്ഡലം ആ സത്യത്തെ തിരിച്ചറിയുന്നു. इसीलिए जब बालक मोसेस का जन्म हुआ, वहां ऐसी परिस्थितियां आई कि अब बालकों को जो पुरुष है उसे मार दिया जाए. അതുകൊണ്ട് തന്നെ മോശ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് തന്നെ വലിയൊരു വിളംബരം ആ ദേശത്തുണ്ടാകുകയാണ്. അവിടെയുള്ള ആൺകുട്ടികളെ എല്ലാം സംഹരിക്കണം. पर मैं आपको सत्य कहना चाहता हूं, ഞാനൊരു സത്യം പറയട്ടെ, आज परमेश्वर का आत्मा ऐसा कहता है. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്, मोसेस के व्यक्तिगत जीवन के चुनाव के साथ साथ മോശയുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പോട് കൂടെ उसके व्यक्तिगत जीवन को सुरक्षा देने के लिए उसकी मां के जीवन में परमेश्वर ने वो विस्डम डाला. അവനെ കരുതുവാൻ, അവനെ കാക്കുവാൻ അവന്റെ അമ്മയുടെ ഹൃദയത്തിൽ ദൈവം ആ ജ്ഞാനം കൊടുത്തു. जिस आत्मिक योजना को नोह के जीवन में परमेश्वर ने प्रकट किया था, कुछ ऐसी ही योजना मोसेस की मां के जीवन में परमेश्वर ने डाल के रखी. മോശയുടെ അമ്മയുടെ ഹൃദയത്തിൽ ആ തെരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിലുള്ള ജ്ഞാനം ദൈവം മുന്നമേ കൊടുത്തു. वो अपने व्यक्तिगत जीवन के द्वारा मोसेस की सुरक्षा के लिए जिस कार्य को करती है, മോശയെ എങ്ങനെ കാത്തു പരിപാലിക്കണം, അതിനുവേണ്ടി എന്ത് ചെയ്യണം, അതിനുവേണ്ടി ചില സ്റ്റെപ്പുകൾ എടുക്കുകയാണ്. और उस स्थान पर उसने जिस आत्मिक योजना को अपने जीवन में समझा, उसको शारीरिक रीति से करना शुरू किया. അവൾക്ക് ലഭിച്ച മനസ്സിലാക്കലനുസരിച്ച് ശാരീരികമായ ഈ ലോകത്തിൽ ആ ജ്ഞാനത്തെ അവൾ ഉപയോഗിക്കുവാൻ തുടങ്ങി. मोसेस को उस टोकरी में रखने से पहले उसने वैसे ही कार्य को किया जैसे परमेश्वर ने नोहा के जीवन में प्रकट किया था. कुछ ऐसा ही कार्य मोसेस की माता ने किया. നോഹയുടെ ജീവിതത്തിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ അതേ ജ്ഞാനം മോശയുടെ അമ്മ അവനെ രക്ഷിക്കേണ്ടതിന് അവനെ ഒരു കൊട്ടയ്ക്കകത്ത് സൂക്ഷിക്കുക. मैं आपको कहना चाहता हूं, ഞാനൊന്ന് പറഞ്ഞോട്ടെ, जब आपका जन्म होता है, നിങ്ങൾ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ उस समय से ആ സമയം മുതൽ आपके व्यक्तिगत जीवन की सुरक्षा के लिए നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ സുരക്ഷിത परमेश्वर आपके परिवार में, ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ, आपके व्यक्तिगत स्थान में, നിങ്ങളുടേതായ ഇടങ്ങളിൽ, आप जहां है നിങ്ങൾ എവിടെയാണോ वहां उस आत्मिक समझ को, അവിടെ ആത്മീക
ആത്മീക മനസ്സിലാക്കൽ, उस विजडम को, ആ ജ്ഞാനത്തെ उस समझ से परे उन बातों को आपके माता पिता के जीवन में, आपके स्थान में प्रकट करना शुरू करते हैं। നിങ്ങൾക്കപ്പുറമായി നിങ്ങളുടെ മാതാപിതാക്കളുടെ ഉള്ളിൽ ആ ജ്ഞാനത്തെ കൊടുത്ത് നിങ്ങളെ സൂക്ഷിക്കുവാൻ സംരക്ഷിക്കാൻ ദൈവം പദ്ധതി ഒരുക്കുകയാ. हालेलुया, ഹല്ലേലൂയ, हालेलूया। ഹല്ലേലൂയ. और ये आपके व्यक्तिगत जीवन के लिए परमेश्वर की ओर से उस परिवार को पहला शाइन मिलता है। ആദ്യമായിട്ട് ആ കുടുംബത്തിനൊരു അടയാളമാണ് ദൈവം നിന്റെ കൂടെ ഉണ്ട്. आज हम सुबह प्रभु के दास के द्वारा उस सब बात को समझ रहे हैं ഇന്ന് രാവിലെ മുതൽ ഈ കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. कि शमूएल के जन्म से पहले हन्ना के व्यक्तिगत कोख को बंद रखा गया। ശമൂവേലിന്റെ ജനനത്തിന് മുൻപ് ഹന്നായുടെ ഗർഭപാത്രം അടഞ്ഞിരുന്നു. हमें ऐसा समझ में आ रहा है कि वो दोनों एक ही परिवार के सदस्य जरूर है, നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇവര് രണ്ടുപേരും ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ്. पर वचन में उसका प्रमाण है। എന്നാൽ വചനം ഇത് വ്യക്തമാക്കുന്നു. जिस आत्मिक योजना में शमूएल को जन्म लेना था, ഏത് പദ്ധതിക്കകത്ത് ശമൂവേൽ ജനിക്കേണ്ടതായിട്ടുണ്ടോ, अगर शमूएल की माता उसके साथ उस घर में जो स्त्री है उसी के समान शमूएल को जन्म दे, तो परमेश्वर उस बात को प्रमाणित नहीं कर सकते। ശമൂവേൽ ജനിക്കണം, അത് ഉറപ്പാണ്. എന്നാൽ ഹന്ന ആ വീട്ടിൽ ഉണ്ടായിരിക്കുന്ന പെനീന എങ്ങനെ മക്കൾക്ക് ജന്മം കൊടുത്തോ അതേ രീതിയിൽ അവളുമായി തീർന്നു കഴിഞ്ഞാൽ ശമൂവേലിനെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ നിവർത്തിക്കപ്പെടുകയില്ല. पर यहाँ परमेश्वर का वचन उसका प्रमाण देता है। ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുകയാണ്. वे हर साल जाते थे, എല്ലാ വർഷവും ആലയത്തിൽ हर साल वो പോകുന്നു. परमेश्वर के भवन में जाते थे। എല്ലാ വർഷവും ദൈവത്തിന്റെ ആലയത്തിൽ पर പോകുന്നു. इस साल उसने क्या किया? എന്നാൽ ഈ പ്രത്യേക വർഷം അവൾ എന്ത് इस ചെയ്തു? साल उसने क्या ऐसा कहा? ഈ വർഷം അവൾ എന്ത് പറഞ്ഞു? उसकी प्रार्थना में क्या बदलाव आया? അവളുടെ പ്രാർത്ഥനയ്ക്കകത്ത് എന്തായിരുന്നു വ്യത്യാസം? मैं कहना चाहता हूँ, ഞാൻ പറയുകയാണ്, आपके व्यक्तिगत जीवन की कोख में परमेश्वर भविष्य वक्ताओं को ला सकता है आमीन। अगर आपके प्रार्थना के शब्दों में परिवर्तन आ जाए। ആമേൻ. നിങ്ങളുടേതായിട്ടുള്ള ഗർഭപാത്രങ്ങളിലൂടെ ചില പ്രവാചകന്മാർക്ക് ജന്മം കൊടുക്കുവാൻ ദൈവത്തിന് കഴിയും. നിന്റെ പ്രാർത്ഥനയിൽ ഒരു രൂപാന്തരം സംഭവിച്ചാൽ മതി. परमेश्वर भारत के लिए अपने भविष्य वक्ताओं को खड़ा करना चाहता है। ഹല്ലേലൂയ. ഭാരതദേശത്തിന് വേണ്ടി തന്റെ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. भारत देश ने भविष्यवाणियां सुनी है, गिफ्ट ऑफ प्रोफेसी में ऑपरेट होते हुए देखा है, पर परमेश्वर चाहते हैं अपने भविष्य वक्ताओं को खड़ा करे। ഓ ഭാരതദേശം പ്രവചന ശബ്ദത്തെ കേട്ടതാണ്, പ്രവചന വരങ്ങളെ കണ്ടതാണ്. എന്നാൽ ചില പ്രവാചകന്മാരെ, തന്റെ ഹൃദയപ്രകാരമുള്ള പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. शमूएल की माता हर साल उस कार्य को किया करती थी, ശമൂവേലിന്റെ അമ്മ എല്ലാ വർഷവും പതിവ് പോലെ ചെയ്തു വന്നു. पर इस साल उसने एक अद्भुत बदलाव को अपने जीवन में प्रकट किया। എന്നാൽ ഈ പ്രത്യേക വർഷം അവളുടെ ജീവിതത്തിൽ ഒരിക്കലും ഇല്ലാത്തതുപോലെ ഒരു രൂപാന്തരം. अगर आप वचन में पढ़ेंगे वहां साफ शब्दों में लिखा है, നിങ്ങൾ വചനം വായിച്ചു കഴിഞ്ഞാൽ അവിടെ വ്യക്തതയോടെ എഴുതിയിട്ടുണ്ട്. हे परमेश्वर, ഏ ദൈവമേ, अगर आप मुझे पुत्र देंगे तो എനിക്കൊരു മകനെ നൽകിയാൽ तो मैं उसे अपना पुत्र नहीं, അതെന്റെ पर मैं മകനാണ്. जीवन भर उसे आपकी सेवा के लिए दे दूंगी। ഓ എന്റെ മകനാണ് എന്ന് ഞാൻ പറയുകയില്ല. ജീവിതകാലം മുഴുവൻ നിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഏൽപ്പിച്ചു തരും. मनुष्य का स्वभाव प्राप्त करना है, മനുഷ്യന്റെ സ്വഭാവം പ്രാപിക്കുക എന്നുള്ളത്. मनुष्य मांगता है। മനുഷ്യൻ ചോദിച്ചു മേടിക്കുക. ये शमूएल की माता हर साल मनुष्य के रूप में मांग रही थी। എല്ലാ വർഷവും ഈ ശമൂവേലിന്റെ അമ്മ സാധാരണ മനുഷ്യരെ പോലെ ദൈവത്തോട് യാചിക്കുകയാ. पर इस साल उसने एक बदलाव को किया। എന്നാൽ ഈ വർഷം അവളുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരമാ. इस साल एक बदलाव को उसने किया, ഈ വർഷം ഒരു വ്യത്യാസമുണ്ട്. और वो बदलाव ये था, അതെന്തായിരുന്നു? उसने मनुष्य के स्वभाव को परिवर्तित किया। അവൾ മനുഷ്യന്റെ സ്വഭാവത്തെ उसने രൂപാന്തരപ്പെടുത്തി. मांगने वाले स्वभाव को बदला। അവൾ ചോദിക്കുന്ന സ്വഭാവം മാറി. जिसके पास संतान नहीं था वो दे नहीं सकती, उसने कहा अगर परमेश्वर आप मुझे संतान देंगे, मैं अपने स्वभाव के अनुसार उसे अपना बेटा नहीं पर फिर से आपकी सेवा में दे दूंगी। മക്കളില്ലാത്തവൾക്ക് കൊടുക്കാൻ ഒന്നുമില്ല. എന്നാൽ ഇവൾ പ്രാർത്ഥിച്ചു, ദൈവമേ, ഒരു സാധാരണ അമ്മയെ പോലെ ചോദിച്ച് എന്റെ മകനെന്ന് പറയാനല്ല, നീ എനിക്ക് തന്നാൽ നിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഏൽപ്പിച്ചു തരും. जब एक व्यक्ति अपने जीवन में परमेश्वर के स्वभाव को प्रकट करता है तो
परमेश्वर अपनी योजना को वहां प्रकटीकरण के लिए भेज देता ഒരു है। മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടുമ്പോൾ അവിടെ ദൈവത്തിന്റെ പദ്ധതികൾക്ക് ഇറങ്ങി പ്രവർത്തിക്കുവാൻ വളരെ എളുപ്പമാണ്. परमेश्वर को शमूएल की आवश्यकता नहीं थी। ദൈവത്തിന് ഒരു ശമൂവേലിന്റെ ആവശ്യമൊന്നുമില്ല. परमेश्वर को शमूएल की आवश्यकता नहीं थी। ദൈവത്തിന് ശമൂവേലിന്റെ ആവശ്യമില്ല. पर परमेश्वर उस सत्य को कहते हैं, मेरी प्रजा इज़राइल के लिए मेरी आवाज जो अब तक रुकी हुई है, उस आवाज को लाने के लिए इज़राइल को शमूएल की जरूरत है। എന്നാൽ ദൈവം ഇങ്ങനെയാണ് പറയുന്നത്, എന്റെ ജനമായിരിക്കുന്ന ഇസ്രായേൽ ദൈവ ശബ്ദം കേൾക്കാതെ വണ്ണം അവരായിരിക്കുകയാണ്. അവരിലേക്ക് വീണ്ടും ദൈവ ശബ്ദത്തെ കൊണ്ടുവരുവാൻ ഒരു ശമൂവേലിന് അവർക്ക് ആവശ്യമുണ്ട്. परमेश्वर चाहे तो पत्थरों से पुकार सकता है। ദൈവത്തിന് വേണമെങ്കിൽ ഈ കല്ലുകളെ അർപ്പിക്കുവാൻ കഴിയും. पर परमेश्वर का वचन उसका प्रमाण देता है। എന്നാൽ ദൈവത്തിന്റെ വചനം ഇത് വെളിവാക്കുന്നു. जब उसकी माता ने कहा, അവളുടെ അമ്മ പറഞ്ഞു, अगर आप मुझे संतान पुत्र देंगे तो वो मेरा पुत्र नहीं, आपकी सेवा में जब तक वो जिएगा आपकी सेवा करेगा। എന്നാൽ ഈ അമ്മ ഇങ്ങനെ പറയുകയാണ്, ദൈവമേ എനിക്കൊരു മകനെ നീ തന്നാൽ അവന് ജീവൻ ഉള്ളിടത്തോളം കാലം നിനക്ക് വേണ്ടി സേവ ചെയ്യുവാൻ ഞാൻ ഏൽപ്പിക്കുകയാണ്. आज परमेश्वर का मन हमारे लिए है। ഇന്ന് ദൈവത്തിന്റെ ഹൃദയം നമ്മളിലേക്ക് തിരിഞ്ഞിരിക്കുക. परमेश्वर ऐसी माताओं को खोज रहा है। ദൈവം ഇങ്ങനെയുള്ള അമ്മമാരെ ये അന്വേഷിക്കുന്നു. कोई शारीरिक माताएं नहीं ഓ, है। ഇത് ശാരീരികമായ ये അമ്മമാരല്ല. शारीरिक माताएं नहीं ഇത് है। ശരീരത്തിലുള്ള हे അമ്മമാരല്ല. प्रभु के अगुओं, ഓ ദൈവത്തിന്റെ हे प्रभु ദാസന്മാരെ, के सेवकों, ദൈവത്തിന്റെ ദാസന്മാരെ, आपको परमेश्वर ने जो कलीसिया दी है वो उस गर्भ से गर्भ धारण करे जहां शमूएल के समान भविष्यवक्ता खड़े हो। ശുശ്രൂഷകന്മാരോട് പറയുകയാണ്, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന നിങ്ങളുടേതായിട്ടുള്ള കൂട്ടങ്ങൾ, ആ ഗർഭപാത്രങ്ങൾക്കകത്ത് ചില പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ. कितने लोग कह सकते हैं हमारी कलीसिया उस गर्भ को धारण करे? എത്ര പേരങ്ങനെ പറയും, ദൈവമേ ഇങ്ങനെയുള്ള ചില ഗർഭങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള കൂട്ടങ്ങളിൽ സംഭവിക്കട്ടെ. परमेश्वर अपने भविष्यवक्ताओं को भारत के हर राज्य में खड़ा करने जा रहा है। ദൈവം തന്റെ പ്രവാചകന്മാരെ ഈ ഭാരതദേശത്തിന്റെ ഓരോ ഇടങ്ങളിലും എഴുന്നേൽപ്പിക്കുക. परमेश्वर शमूएल के समान ऐसे भविष्यवक्ताओं को इसलिए खड़ा करने जा रहा है क्योंकि अब परमेश्वर की सीधी आवाज सुनकर बोलने के लिए भारतवर्ष को परमेश्वर उस ऊंचाई में ला चुका है। ആമേൻ. ഭാരതദേശത്തെ അങ്ങനെ ഉയർച്ചയിലേക്ക് ദൈവം കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. നേരിട്ട് ദൈവ ശബ്ദം കേട്ട് തന്റെ ജനങ്ങളിലേക്ക് അത് കൊടുക്കുവാൻ ചില പ്രവാചകന്മാരെ ഈ ദേശത്തിൽ ആവശ്യമാണ്. हमने परमेश्वर के राज्य के लिए बहुत सी बातों को जाना है, നമ്മൾ ദൈവരാജ്യത്തെ സംബന്ധിച്ച് പല കാര്യങ്ങളും അറിഞ്ഞവരാണ്. पर अब परमेश्वर कहते हैं मैं सीधा बात करना चाहता हूं। പക്ഷെ ദൈവം ഇപ്പോൾ പറയുവാണ്, മുഖാമുഖം നിന്നോട് സംസാരിക്കാൻ എനിക്ക് और പറ്റില്ല. परमेश्वर हमसे बात करने के लिए ऐसे व्यक्तिगत जीवनों को खड़े करने चाह रहा है। അങ്ങനെയുള്ള ചില വ്യക്തി ജീവിതങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുക. हाथ उठाकर कहें, प्रभु കരങ്ങൾ ഉയർത്തി, ദൈവമേ, प्रभु ദൈവമേ, हम तैयार हैं, ഞങ്ങൾ റെഡിയാണ്, हम तैयार हैं। ഞങ്ങൾ റെഡിയാണ്. ओ प्रभु ऐसे व्यक्तिगत जीवनों को आप खड़ा करें। ദൈവമേ അങ്ങനെയുള്ള ചില ജീവിതങ്ങളെ അങ്ങ് എഴുന്നേൽപ്പിക്കണം. क्या आप जानते हैं परमेश्वर यहाँ उस बीज को बो चुका है? നിങ്ങൾക്കറിയാമോ, ആ വിത്ത് ദൈവം ഇവിടെ വിതച്ചു नहीं, കഴിഞ്ഞു. आप समझे नहीं, आप समझे നിങ്ങൾക്ക് नहीं। മനസ്സിലായില്ല. क्या आप जानते हैं परमेश्वर उस बीज को बो चुका है? നിങ്ങൾക്കറിയാമോ, അങ്ങനെയുള്ള വിത്ത് ദൈവം ഇവിടെ വിതച്ചു കഴിഞ്ഞു. ओ हालेलुया, ഹല്ലേലൂയ, हालेलुया। ഹല്ലേലൂയ. परमेश्वर उस व्यक्तिगत जीवनों को इसलिए खड़ा करने जा रहा है क्योंकि अब परमेश्वर हर प्रांत, हर भाषा, हर जाति के लिए अपने व्यक्तिगत जीवन के साथ में बात करके उनके साथ सीधे बात करने जा रहा है। എന്തിനാ ദൈവം ഇത് ചെയ്യുന്നതെന്നറിയാമോ? ദൈവം ഓരോ സ്ഥലങ്ങളിൽ, ഓരോ ദേശങ്ങളില് അവിടായിട്ട് നേരോടെ മുഖാമുഖം സംസാരിച്ച് തന്റെ പദ്ധതികളെ ജീവിതങ്ങളിലൂടെ തന്റെ ജനത്തിന്റെ മുൻപിൽ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. हालेलुया, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया। ഹല്ലേലൂയ. अपने पास बैठे व्यक्ति को छूकर कहें, परमेश्वर अब उस बीज को बढ़ाने जा रहा है। ദൈവം വിതച്ചിരിക്കുന്ന വിത്തിനെ മുകളിലേക്ക് കൊണ്ടുവരികയാണ്.
क्या आप समझ रहे हैं? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? पवित्र आत्मा आपके व्यक्तिगत जीवन में उस बीज को डाल चुका है പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആ വിത്ത് വിതച്ച് കഴിഞ്ഞു. और पवित्र आत्मा जिस बीज को आपके जीवन में डाला है वो शारीरिक एटमॉस्फेयर में नहीं, फिजिकल एटमॉस्फेयर में नहीं, पर उस स्पिरिचुअल एटमॉस्फेयर में बढ़ना शुरू होगा. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ശാരീരിക സ്വാഭാവിക അന്തരീക്ഷത്തിന്റെ അകത്തല്ല, നിങ്ങളുടെ ആത്മാവിന്റെ അകത്ത് ദൈവം വിതച്ചിരിക്കുന്ന വിത്ത് അത് മുൻപോട്ട് വളർന്നു വരികയാണ്. कितने लोग कह सकते हैं अब हम उस शारीरिक वातावरण से बाहर निकल जाएंगे? എത്ര പേര് പറയും, ദൈവമേ ഭൗമികമായതിനകത്തുനിന്ന് ഞാൻ അങ്ങ് മുകളിലേക്ക് കയറുക. आपका एक निश्चय शमूएल जैसे परमेश्वर की आवाज और वाणी को प्राप्त करने वाले व्यक्तिगत जीवनों को खड़ा करने का सोर्स बन जाएगा. ദൈവം നിങ്ങളെ ദൈവശബ്ദം കേൾക്കുന്ന ചില ശമൂവേലന്മാരായി എഴുന്നേൽപ്പിക്കുകയും നിങ്ങൾ അതിന്റെ സ്രോതസ്സായി തീരുകയും मैं ചെയ്യും. आपको कहना चाहता हूं, ഞാൻ നിങ്ങളോട് പറയുക, ये मिनिस्ट्री के साथ आप क्यों जुड़े हैं वो आपका अपना पर्सनल एक्सपीरियंस है, पर मैं आपको सत्य कहना चाहता हूं, जब परमेश्वर किसी को आत्मिक योजना के साथ जोड़े रहता है और उसके साथ आप जुड़ जाते हैं, उसके जीवन के द्वारा आपके जीवन के लिए वो आत्मिक योजना आपके तक पहुंचने लगती है. നിങ്ങൾ എന്തുകൊണ്ടാണോ ഈ ദൈവദാസനോടും ശുശ്രൂഷയോടും ചേർന്നിരിക്കുന്നത്? ഒരുപക്ഷെ അത് നിങ്ങളുടെ വ്യക്തിപരമായ തീരുമാനമായേക്കാം, തെരഞ്ഞെടുപ്പായേക്കാം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അതിന്റെ പിന്നിൽ വലിയ കാര്യങ്ങളാണ് ദൈവം കണ്ടിരിക്കുന്നത്. ഈ ദൈവദാസനോട് നിങ്ങൾ ചേർന്ന് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ അവിടെ വിതച്ചിരിക്കുന്നത് നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകി വരികയാണ്. परमेश्वर को महिमा दे, अपनी आवाज को खोलें, कुछ ഹല്ലേലൂയ. समय के ശബ്ദമുയർത്തി, लिए glorify him, ശബ്ദമുയർത്തി, glorify him. കരങ്ങളെ Yes, തട്ടി this is the ദൈവത്തിന് time. നന്ദി പറയാം. ये समय है. ഹല്ലേലൂയ. Oh, परमेश्वर अपनी अद्भुत महिमा को हमारे बीच में भेजे. परमेश्वर अपनी अलौकिक अनुभव को हमारे बीच में भेजे. हालेलुया. शमूएल की माता नहीं जानती थी, ആമേൻ, ആമേൻ. शमूएल की माता नहीं जानती थी, ശമൂവേലിന്റെ അമ്മയ്ക്ക് അറിഞ്ഞൂടാ. शमूएल की माता केवल इतना जानती थी कि उसे संतान चाहिए. ശമൂവേലിന്റെ അമ്മയ്ക്ക് ഒരു കാര്യം അറിയാം, അവൾക്കൊരു മകനെ വേണം. पर परमेश्वर जानता है इज़राइल को एक भविष्यवक्ता देने का समय आ चुका है. എന്നാൽ ദൈവത്തിന് അറിയാം, ഇസ്രായേലിന് ഒരു പ്രവാചകൻ കൊടുക്കാനുള്ള സമയമായി. परमेश्वर ने उस आत्मिक योजना के लिए उसकी कोख को इसलिए बंद रखा क्योंकि जब तक परमेश्वर का वचन ऐसा कहता है, ठहराया हुआ समय जब तक ना आए परमेश्वर कुछ नहीं करता. ശമൂവേലിന്റെ അമ്മ അവളുടെ ഗർഭപാത്രം അടഞ്ഞിരുന്നത് എന്തിനാണെന്ന് അറിയാമോ? ദൈവം നിശ്ചയിച്ചാക്കി വച്ചിരിക്കുന്ന സമയമാകുവോളം, ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുവോളം അതിന്റെ പിന്നിൽ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. जब हम यहाँ पहुंचे, ഞാൻ ഇവിടെ എത്തിയപ്പോൾ, उससे पहले അതിനു മുൻപ് जब हम एयरपोर्ट पर थे, എയർപോർട്ടിലായിരുന്നപ്പോൾ तब परमेश्वर की आवाज हमें साफ शब्दों से सुनाई दी. വ്യക്തമായ ദൈവശബ്ദം ഞാൻ കേട്ടു. समय आ चुका है, സമയമായി, समय आ चुका है. സമയമായി. मैंने कहा प्रभु कौन सा समय? ഞാൻ ചോദിച്ചു, ദൈവമേ ഏതിന്റെ സമയം? ये कौन सा समय है जो इस समय इस स्थान के लिए आ चुका है? ദൈവമേ ഈ സ്ഥലത്തിന് വേണ്ടി സമയമായി എന്നങ്ങ് പറയുമ്പോൾ അതേത് സമയം? जब हम अपने समय से निकल जाते हैं, നമ്മുടെ സമയത്തിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ परमेश्वर का समय हमारे जीवन में तब शुरू होता है जब हमारा समय अपनी व्यक्तिगत समझ और अनुभव के आधार से समाप्त हो चुका होता है. നമ്മുടേതായിട്ടുള്ള മനസ്സിലാക്കലുള്ള നമ്മുടെ സമയങ്ങളും ജീവിതവും അവസാനിക്കുമ്പോൾ അവിടെ നിന്നാണ് ദൈവത്തിന്റെ സമയവും പദ്ധതികളും कितने ആരംഭിക്കുന്നത്. लोग कह सकते हैं प्रभु हम आपके समय में प्रवेश करना चाहते എത്ര പേര് പറയും, ദൈവമേ അങ്ങയുടെ സമയത്തിലേക്ക് ഞങ്ങൾ അങ്ങോട്ട് കയറുകയാണ്? हैं? ओ हालेलुया, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया. ഹല്ലേലൂയ. मैं आपको एक सच्चाई कहना चाहता हूँ. ഞാനൊരു സത്യം പറയുക. मैं जो आपके सामने खड़ा हूँ, ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു. जब मेरा जन्म हुआ, ഞാൻ ജനിച്ചപ്പോൾ मैं केवल 7 मंथ का मेरा जन्म हुआ था. 7ാം മാസത്തിൽ ജനിച്ചതാണ്. और जब मेरा जन्म हुआ ഞാൻ ജനിച്ചപ്പോൾ तब सब लोगों ने मिलकर यही कहा था, ये जिंदा नहीं रहेगा. എല്ലാരും കൂടി പറഞ്ഞു, ഇവൻ ജീവിക്കത്തില്ല. ये दिखने से ही इंसान का बच्चा नहीं लगता ഇത് है. നോക്കിയിട്ട് തന്നെ മനുഷ്യ കുഞ്ഞായിട്ട് തോന്നുന്നില്ല. उस समय मेरे व्यक्तिगत जीवन के लिए वो सच्चाई थी. ആ സമയത്ത് ഒരുപക്ഷെ ശാരീരികമായി അത് എന്നെ കുറിച്ച് പറഞ്ഞതൊരു मेरे സത്യമായിരുന്നു. माता पिता को छोड़कर हर व्यक्ति यही राह देख रहा है, कब ये बच्चा मरेगा और हम उसको ले जाकर दफना देंगे.
എന്റെ അപ്പനും അമ്മയും അല്ലാതെ ബാക്കി എല്ലാവരും നോക്കിയിരിക്കുക എപ്പോഴായിരിക്കും ഇവൻ മരിക്കുന്നത്, ഇവനെ കൊണ്ട് കുഴിച്ചിടണം. मैं आपको कहना चाहता हूं, ഞാൻ നിങ്ങളോട് പറയുക, अगर परमेश्वर मुझ जैसे व्यक्ति को उस मौत के भाग से निकालता है तो वो अपने व्यक्तिगत जीवन के द्वारा आज भी वो परमेश्वर आपको यहां अगर ले आया है तो वो ही परमेश्वर आपके जीवन के लिए उस आत्मिक योजना को आज भी धरे है. ഹല്ലേലൂയ. മരിച്ചു പോകേണ്ട സ്ഥാനത്ത് അന്ന് എന്നെ രക്ഷിച്ച് ശാരീരികമായ സത്യങ്ങൾ ആരെന്ത് പറഞ്ഞാലും ആ വസ്തുതകളിൽ നിന്ന് എന്നെ രക്ഷിച്ച ദൈവം ഇന്നും ഇവിടെ നിങ്ങളുടെ ഭൗമിക വാസ്തവങ്ങളിൽ നിന്നും നിങ്ങളെ പൊക്കിയെടുത്ത് ദൈവത്തിന്റെ സമയത്തിനകത്തേക്ക് കയറ്റുവാൻ വിശ്വസ്തനാണ്. शारीरिक संसार में शब्द सामर्थ्य होता है. ഈ ലോകത്തിൽ വാക്കുകൾ ശക്തിയുള്ളതാണ്. शारीरिक संसार में शब्द सामर्थ्य होता है. ഈ ലോകത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. पर आत्मिक संसार में आपका विचार, आपके थॉट्स, आपकी ठहराए हुए उन योजनाओं के आधार से आप किस विचारों में है वो आत्मिक संसार में सबसे सामर्थ्य होते हैं. എന്നാൽ ആത്മമണ്ഡലത്തെ കുറിച്ച് നാം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങൾ, നമ്മൾ ഏത് രീതിയിലാണോ നമ്മളെ തന്നെ കാണുന്നത്, എവിടാണോ വന്ന് നിൽക്കുന്നത്, അതിനെല്ലാം ഏറെ പ്രാധാന്യമുണ്ട്. और परमेश्वर उस सत्य को आपके जीवन के साथ जोड़ना चाह रहा है. ആ സത്യം നിങ്ങളുടെ ജീവിതവുമായി ചേർത്ത് വെക്കുവാൻ ആഗ്രഹിക്കുന്നു. आपके एक निश्चय के कारण, നിങ്ങളുടെ ഒരു തീരുമാനം കാരണം, अगर शमूएल की माता के एक निश्चय के कारण इजराइल को भविष्यवक्ता मिल सकता है तो आपके एक निश्चय के कारण परमेश्वर के योजना में भारत में भविष्यवक्ता खड़े हो सकते हैं. ആമേൻ. ശമൂവേലിന്റെ അമ്മയുടെ ഒരു തീരുമാനം കാരണം ഇസ്രായേലിന് ഒരു പ്രവാചകൻ ലഭിച്ചു എങ്കിൽ നിങ്ങളുടെ ഒരു തീരുമാനം കാരണം ഈ ഭാരതദേശത്തിന് ചില പ്രവാചകന്മാരെ ലഭിക്കാൻ പോകുകയാ. भारत को अब गिफ्ट ऑफ प्रोफेसी में यूज होने वाले उस दान और वरदानों से बढ़कर ऑफिस ऑफ द प्रॉफिट में रहने वाले भविष्यवक्ताओं के खड़े होने का समय आ चुका है. കൃപാവരങ്ങൾക്കപ്പുറത്തായിട്ട് പ്രവാചകന്മാരുടെ ആ ദൗത്യത്തിനകത്ത് നിൽക്കുന്നവരെ ഇന്ന് ഭാരതദേശത്തിന് ആവശ്യമാണ്. कितने लोग आज अपने व्यक्तिगत जीवन में उस सत्य को प्राप्त करना चाहते हैं. നമ്മളിൽ എത്ര പേര് ഇന്ന് ഈ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് കർത്താവേ എന്നെ തന്നെ ഏൽപ്പിക്കുമെന്ന് പറയുന്നു? ഹല്ലേലൂയ. क्या आप जानते हैं आप इस समय कहां खड़े हैं? നിങ്ങൾ എവിടെ നിൽക്കുന്നതെന്ന് അറിയാമോ? क्या आप जानते हैं इस समय आप कहां खड़े हैं? നിങ്ങൾക്കറിയാമോ ഈ സമയത്ത് നിങ്ങൾ എവിടെ നിൽക്കുന്നത്? आप शरीर में यहां खड़े हैं पर आप वास्तविक रीति से परमेश्वर की योजना के सामने खड़े हैं. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഹോളിൽ നിൽക്കുക, പക്ഷെ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ പദ്ധതികളിലേക്ക് കാൽ ചുവടെടുത്ത് മുൻപോട്ട് പോകുകയാണ്. जब परमेश्वर की योजना को उसकी शमूएल की माता ने अपने व्यक्तिगत जीवन में शारीरिक रीति से गर्भ को धारण किया. ശമൂവേലിന്റെ അമ്മ അവള് ആത്മമണ്ഡലത്തിലുള്ള ശമൂവേലിനെ കുറിച്ചുള്ള പദ്ധതികൾ അവളുടെ ശരീരത്തിൽ അത് ഗർഭം ധരിച്ചപ്പോൾ पर सबसे अद्भुत सच्चाई ये थी, എന്നാൽ ഏറ്റവും വലിയ സത്യം എന്താണെന്നറിയാമോ? जैसे ही शमूएल उस योग्यता में पाया गया, ശമൂവേലിനെ ആ ഒരു സ്ഥാനത്ത് കെട്ടിയപ്പോൾ उसकी माता ने അമ്മ उसे परमेश्वर की उपस्थिति में ले आई. ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. आज परमेश्वर हमें अपनी उपस्थिति में रहने के लिए बुलाए. ദൈവം തന്റെ സാന്നിധ്യത്തിൽ വസിക്കാൻ നമ്മെ വിളിക്കുക. बहुत से लोगों को परमेश्वर ने सेवा में बुलाहट दी. ഒത്തിരി ആൾക്കാർക്ക് ശുശ്രൂഷകളുടെ വിളി ലഭിച്ചിട്ടുണ്ട്. सेवकाई हमारे जीवन में है. നമ്മുടെ ജീവിതത്തിലുള്ള ശുശ്രൂഷ परमेश्वर ने हमें चुना है. ദൈവം എന്നെ തിരഞ്ഞെടുത്തു. परमेश्वर ने हमें अपनी सेवा के लिए उस स्थान के लिए ठहराया है. ദൈവം ആ സ്ഥാനത്തിന് വേണ്ടി ഒരുപക്ഷെ എന്നെ കൊണ്ട് पर നിർത്തിയിരിക്കുക. परमेश्वर हमें चाहता है. പക്ഷെ ദൈവം എന്നെ परमेश्वर हमारे जीवन में देखना चाहता है. ദൈവം നമ്മുടെ ജീവിതത്തിൽ കാണാൻ सेवा से ആഗ്രഹിക്കുന്നു. बढ़कर परमेश्वर है. ശുശ്രൂഷയേക്കാൾ വലുതാണ് ദൈവം. सेवा महान नहीं है. ശുശ്രൂഷയല്ല വലുത്. मिनिस्ट्री इज नॉट अ फर्स्ट. ആദ്യം ശുശ്രൂഷയല്ല. सेवकाई पहले स्थान में नहीं है. ശുശ്രൂഷയ്ക്ക് ഒരിക്കലും ഒന്നാം സ്ഥാനം കൊടുക്കരുത്. परमेश्वर पहले स्थान पर है. ദൈവമാണ് ഒന്നാം സ്ഥാനത്ത്. और अगर आप अपने व्यक्तिगत जीवन में परमेश्वर को पहला स्थान देने के लिए तैयार हैं तो आप यीशु मसीह के समान उसके व्यक्तिगत जीवन को अपने जीवन के अनुभव में पाएंगे. യേശു ക്രിസ്തുവിനെ പോലെ ദൈവത്തിന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നിങ്ങൾ കൊടുക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ ഹിതത്തിൽ മാത്രം ജീവിച്ച യേശുവിനെ പോലെ നിങ്ങളായി തീരും.
शमूएल के व्यक्तिगत जीवन के लिए ये सच्चाई थी। ശമൂവേലിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പദ്ധതി ഇങ്ങനെയായിരുന്നു. हालेलुया, ഹല്ലേലൂയ, हालेलुया। ഹല്ലേലൂയ. अपने पास खड़े हुए व्यक्ति को छूकर कहें, आपके जीवन में, നിങ്ങളുടെ आपके ജീവിതത്തിൽ जीवन में നിങ്ങളുടെ ജീവിതത്തിൽ सबसे पहला स्थान, ആദ്യത്തെ സ്ഥാനം, आपके जीवन में നിങ്ങളുടെ ജീവിതത്തിൽ सबसे पहला स्थान ആദ്യത്തെ സ്ഥാനം परमेश्वर होना चाहिए। ദൈവം മാത്രമായിരിക്കണം. परमेश्वर के बाद ദൈവം കഴിഞ്ഞാൽ उसके द्वारा दी गई सेवा, ദൈവം തന്ന ശുശ്രൂഷ, हर एक वो अभिषेक, എല്ലാവർക്കും हर അഭിഷേകം, एक वो कार्य, ഓരോ കാര്യങ്ങളും हर एक वो जिम्मेदारी അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ परमेश्वर के बाद है। ദൈവം കഴിഞ്ഞാൽ മാത്രം. हालेलुया, ഹല്ലേലൂയ, हालेलुया। ഹല്ലേലൂയ. अगर आज आप निश्चय करने के लिए तैयार हैं, मेरे जीवन में सेवा से पहले परमेश्वर है, परमेश्वर की सीधी आवाज आपसे बात करना शुरू करेगी। ഇന്ന് എന്റെ ശുശ്രൂഷയെക്കാളും ആദ്യം വരുന്നത് ദൈവമാണ് എന്ന് നിങ്ങൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നേരായിട്ട് ദൈവത്തിന്റെ നേരോടെ ഡയറക്റ്റ് ആയിട്ട് ദൈവശബ്ദം കേൾക്കുവാൻ നിങ്ങൾക്ക് കഴിയും. मैं प्रभु के महान दास रेनहाल्ड बोंके को जब मिला, ഞാൻ റെയ്നാർഡ് ബോങ്കെ പാസ്റ്ററുമായിട്ട് ഞാൻ മീറ്റ് ചെയ്തപ്പോൾ उन्होंने एक अद्भुत सत्य को मुझे कहा, അദ്ദേഹം എന്നോടൊരു വിലയേറിയ കാര്യം പറഞ്ഞു. माय सन, എന്റെ മകനെ, मेरे बेटे, എന്റെ മകനെ, एक बात को अपने जीवन में हमेशा के लिए अपने जीवन के साथ जोड़ के रखना। ഒരു കാര്യം നിന്റെ ജീവിതത്തോട് എപ്പോഴും ചേർത്ത് വെക്കണം. अगर आप परमेश्वर को अपने जीवन में पहला स्थान दोगे നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് നീ ഒന്നാം സ്ഥാനം കൊടുത്താൽ, और परमेश्वर आपके जीवन का स्रोत बन जाएगा, നിന്റെ ജീവിതത്തിന്റെ സ്രോതസ് ദൈവമായി കഴിഞ്ഞാൽ तो तुम्हें कभी अपने जीवन में किसी बात को पाने के लिए या मांगने की आवश्यकता नहीं रहेगी, क्योंकि हमारा परमेश्वर स्रोत है। अगर वो बोलता है तो सृष्टि होती है, अगर वो क्रिएशन में आमेन। अपने हाथ को लाता है तो आमेन। अपनी स्वरूपता और समानता देता है। ഹല്ലേലൂയ. എന്നാൽ പിന്നെ നിനക്കൊന്നും ചോദിച്ച് മേടിച്ച് ദൈവത്തിന്റെ പുറകെ നടക്കേണ്ട ആവശ്യം വരത്തില്ല. കാരണം സ്രോതസ്സായിരിക്കുന്ന ദൈവത്തോട് നിന്റെ ജീവിതം ഘടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ സ്രോതസ്സിലൂടെ നിനക്ക് ആവശ്യമുള്ളതെല്ലാം നിന്നിലേക്ക് ഒഴുകി വരും. वचन में उसका प्रमाण है। വചനത്തിൽ അത് പറയുന്നു. हन्ना ने प्रार्थना की, ഹന്ന പ്രാർത്ഥിച്ചു. पर हन्ना की पहचान जब बदल गई, എന്നാ ഹന്നായുടെ പരിചയം മാറുകയാ. और वहां वचन में लिखा है, तेरी दासी, അവിടെ പറയുന്നു ദൈവത്തിന്റെ ദാസി. अपना हाथ उठाकर कहे, हन्ना को बेटा नहीं दिया गया। ഹന്നയ്ക്കല്ല മകനെ കൊടുത്തത്. हन्ना को परमेश्वर बेटा नहीं दे सकता, ഹന്നയ്ക്കല്ല മകനെ കൊടുത്തത്. वो दासी को बेटा देता है। ദൈവത്തിന്റെ ദാസിമാർക്കേ ദൈവത്തിന്റെ കാര്യം കൊടുക്കാൻ പറ്റൂ. अपना हाथ उठाकर कहें, करें मेरी गला पहचान में व्यक्ति बदलाव तब तक नहीं आएगा എന്റെ പരിചയത്തിൽ വ്യത്യാസം വരണമെങ്കിൽ जब तक मैं दास होने की योग्यता में ना आऊं। ഞാൻ ദൈവത്തിന്റെ ദാസൻ ദാസി ആകുവോളം ദൈവിക പദ്ധതികൾ നിവർത്തിക്കപ്പെടട്ടെ. हालेलुया। सर, आप नहीं जानते कि आपके जीवन में नॉर्थ इंडिया के लिए परमेश्वर ने बोझ क्यों रखा है? എന്തുകൊണ്ടാണ് ഉത്തരഭാരതത്തിന് വേണ്ടി ദൈവദാസന്റെ ഹൃദയത്തിൽ ഈ ഭാരമെന്ന് നിങ്ങൾക്ക് പോലും അറിയില്ല. ये केवल इसलिए नहीं कि नॉर्थ भारत के लिए परमेश्वर आपको दर्शन दिया है, ഇത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ദർശനം ലഭിച്ചത് കൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം ഒരിക്കലും വിചാരിക്കരുത്. परमेश्वर का आत्मा उस सत्य को कहता है। പരിശുദ്ധാത്മാവ് ഈ സത്യം വെളിപ്പെടുത്തുകയാണ്. परमेश्वर मोसेस को इजराइलियों को छुड़ाने के लिए, भेजने के लिए ऑलरेडी योजना बना चुके थे। മുന്നമേ ദൈവം പദ്ധതിയിട്ടതാണ് ഇസ്രായേൽ മക്കളെ വിടുവിക്കേണ്ടതിന് ഒരു മോശയെ അവിടെ വിടേണ്ട ആവശ്യമുണ്ട്. पर जब तक परमेश्वर मोसेस को दर्शन न दे, मोसेस उस दर्शन के लिए चलने के लिए तैयार नहीं था। പദ്ധതി പ്രകാരമാണ് ഈ ദർശനം മോശയുടെ ജീവിതത്തിൽ വന്നത്. അത് വന്നില്ലെങ്കിൽ ആ വഴിയെ നടക്കുവാൻ അവൻ തയ്യാറാവത്തില്ല. परमेश्वर आपको भारतवर्ष के आत्मिक तंबू के लिए वो खंबा बनाया हुआ है। ദൈവം ഈ ഭാരതദേശത്തിന് വേണ്ടി ദൈവം ഒരുക്കുന്ന ടെന്റിനകത്ത് ഒരു ശക്തമായ തൂണായി കണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. और इस खंबे को अब परमेश्वर आग के खंबे के रूप में जिस रीति से इजराइलियों के आगे अपने आप को प्रकट करता, अब परमेश्वर आपकी आत्मिक आग को आपके जीवन से प्रकट करना शुरू। ഹല്ലേലൂയ. ആ തൂണ് ദൈവം ഒരു അഗ്നി തൂണായി മാറ്റി അതിനെ അടുത്ത തലങ്ങളിലേക്ക് കയറ്റുകയാണ്. ഹല്ലേലൂയ. ओ ജീസസ്. ആമേൻ. अब परमेश्वर का ठहराया हुआ समय आ चुका है, ദൈവത്തിന്റെ സമയം വന്നു കഴിഞ്ഞു. जिसकी आंखें परमेश्वर को उस
आत्मिक सत्य के साथ भेंट करने के लिए तैयार है। നിങ്ങളുടെ കണ്ണുകൾ ആ ദൈവത്തിന്റെ പദ്ധതികളുമായി കൂട്ടിമുട്ടാൻ റെഡി ആയിക്കോ. क्योंकि परमेश्वर का अग्निमय स्वर्गदूतों का घेरा आपके जीवन के लिए दिखा रहा है। നിങ്ങളുടെ ജീവിതത്തിന്റെ ചുറ്റും ദൈവത്തിന്റെ ദൂതന്മാര് അവരിങ്ങനെ കത്തുന്ന തീജ്വാലകളായി നിങ്ങളുടെ ചുറ്റും ഞാൻ കാണുകയാണ്. ओ उस आत्मिक ऊंचाई में, ആ ഉയരങ്ങളില് जहां पर आग के स्वर्गदूतों की पहचान पाई जाती है, ആ ഉയരങ്ങളില് അവിടെയാണ് ദൂതന്മാരുടെ പരിചയങ്ങൾ और उस വെളിപ്പെടുന്നത്. अग्निमय स्वर्गदूतों की पहचान के ऊपर ആ സ്വർഗദൂതന്മാരുടെ പരിചയത്തിനും മീതെ एक महिमामय रोशनी में അവിടെ ഒരു മഹത്വത്തിൽ നിറഞ്ഞിരിക്കുന്ന പ്രകാശത്തിന്റെ മണ്ഡലം मैं एक राजदंड को देखता हूं। അവിടെ ഞാൻ കാണുകയാണ്. ये राजदंड वो नहीं है, ये राजदंड वो नहीं जो സെപ്റ്റർ, ये राजदंड वो नहीं है ആ വടി എന്താണത്? जिसके एक छोर पर केवल मुद्रा होती है। ആ ചെങ്കോല് അതിന്റെ ഒരു വശത്ത് മുദ്രയുണ്ട്, അങ്ങനത്തെ മാത്രമല്ലത്. परमेश्वर मुझे उस राजदंड को दिखा रहे हैं। ആ ചെങ്കോല് എന്നെ കാണിക്കുന്നത് शारीरिक रीति से राजा के पास जो राजदंड होता है, സ്വാഭാവിക തലത്തിലുള്ള രാജാക്കന്മാരുടെ കയ്യിലുള്ള ചെങ്കോൽ, उसके एक छोर पर मुद्रा होती है, അതിന്റെ ഒരറ്റത്തൊരു മുദ്രയുണ്ട്. पर इस राजदंड को പക്ഷേ ഈ ഒരു ചെങ്കോൽ दोनों तरफ में मुद्राएं हैं। രണ്ട് സൈഡിലും മുദ്രകളുണ്ട്. परमेश्वर उस बात को प्रकट कर रहे हैं। ദൈവം ഇത് കാണിക്കുക. परमेश्वर ऐसा कहते हैं, ഇങ്ങനെ പറയുന്നു, आज से ഇന്ന് മുതൽ शारीरिक रीति से നിങ്ങളുടേതായിട്ടുള്ള രീതി यीशु मसीह ने उस सत्य को प्रकट किया। യേശു എങ്ങനാണോ ഇത് जब वो പ്രകടമാക്കിയത്, शरीर में था, जब वो ശരീരത്തിലായിരുന്നപ്പോൾ शरीर में था, उसने ശരീരത്തിലായിരുന്നപ്പോൾ अपने चेलों को बुलाया തന്റെ കൂട്ടരെ വിളിച്ചു, और उनसे कहा, ശിഷ്യന്മാരോട് പറഞ്ഞു, मेरे निकट आओ, എന്റെ അടുത്ത് വാ, समय है। സമയമുണ്ട്. आज से ഇന്ന് മുതൽ, इन समयों से ഈ സമയം जो മുതൽ लोग आपसे दूर रह रहे हैं, നിങ്ങളിൽ ദൂരെ നിൽക്കുന്നവർ हाँ वो पहले आपके करीब थे, ആദ്യം നിങ്ങളുടെ इन അടുത്തായിരുന്നു, समयों में आपसे दूर हैं। പക്ഷേ ഇപ്പോൾ അവർ कई लोगों के मन को परमेश्वर देख रहा है। അനേകരുടെ ഹൃദയത്തെ ദൈവം കാണുന്നു. ऐसा छुपाने का प्रयास ना करें, आपके मनों को परमेश्वर जान रहा है। നിങ്ങൾ ആരും അത് മറച്ചു വെക്കേണ്ട, ദൈവം നിങ്ങളുടെ ഹൃദയത്തെ കാണുന്നു. साफ रीति से वो अपने मन से आपके साथ जुड़े हुए नहीं हैं, ശരിക്കും പറഞ്ഞ ഹൃദയപ്രകാരം നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരല്ല. पर परमेश्वर उस सत्य को कह रहे हैं, ദൈവം ആ സത്യം പറയുകയാണ്. आज से ഇന്ന് മുതൽ, इन समयों से, ഈ സമയം മുതൽ, जैसे यीशु ने कहा, യേശു പറഞ്ഞതുപോലെ शारीरिक स्थान में ഈ ലോക जहां तुम हो, നീ എവിടാണോ, जब तक मैं शरीर में हूं, ഞാൻ ഈ ശരീരത്തിലാകുമ്പോൾ मेरे नाम का अधिकार मैं तुम्हें देता हूं। എന്റെ പേരിലുള്ള അധികാരം ഞാൻ നിനക്ക് തരുന്നു. वही यीशु मसीह അതേ യേശു जब महिमामय शरीर में उठा, ഈ ओ रबा शांदन हाथ उठाकर कहे, महिमामय शरीर है। ഓ തന്റെ സ്വർഗീയ ദേഹിയിൽ जब यीशु मसीह शरीर में था, യേശു കർത്താവ് ശരീരത്തിലായിരുന്നപ്പോൾ उसने अपने नाम का अधिकार दिया, തന്റെ നാമത്തിനുള്ള അധികാരം और കൊടുത്തു. जब वो महिमामय देह में जीवित हुआ, എന്നാൽ താൻ ഉയർത്തെഴുന്നേറ്റ മഹത്വമേറിയ ശരീരത്തിൽ तब यीशु ने कहा, യേശു പറഞ്ഞു, आकाश, സ്വർഗ स्वर्ग സ്വർഗ और पृथ्वी का ഈ ഭൂമിയിൽ सब अधिकार സകല അധികാരം मुझे दिया गया है। എനിക്ക് തന്നിരിക്കുന്നു. और यीशु ने യേശു പറഞ്ഞു, वो अधिकार, ആ അധികാരം वो अधिकार ആ അധികാരം नाम से नहीं, പേരിലുള്ള पर അധികാരമല്ല, पिता की मर्जी पूरी होने से दिया। എന്നാൽ പിതാവ് ഹിതപ്രകാരം തനിക്ക് ലഭിച്ച അധികാരം. परमेश्वर का आत्मा ऐसा कहता है, പരിശുദ്ധാത്മാവ് പറയുന്നു, आपके जीवन में നിങ്ങളുടെ ജീവിതത്തിൽ पिता की मर्जी पूरी होने जा रही है। ദൈവത്തിന്റെ ഹിതം പൂർത്തീകരിക്കപ്പെടാൻ പോകുകയാണ്. ये 2024 आपकी मिनिस्ट्री के लिए ഈ 2024 നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് रिकॉर्डेड ये इतिहास बन जाएगा। ഇത് ഒരു ചരിത്രമായി മാറാൻ പോകുകയാണ്. आपने वो सेवा अभी तक नहीं देखी है, ഇന്ന് വരെ നിങ്ങൾ ആ ശുശ്രൂഷ കണ്ടിട്ടില്ല. आपने उस सेवा को अब तक न किया है, न आपके द्वारा परमेश्वर करा सका है। ഇതുവരെ നിങ്ങളിലൂടെ അത് ചെയ്യാൻ പറ്റിയിട്ടുമില്ല, നിങ്ങൾ അത് കണ്ടിട്ടുമില്ല. अब परमेश्वर जो दिखा रहे हैं, എന്നാൽ ഇപ്പോൾ ദൈവം കാണിക്കുന്നത്, जब मैं यहाँ पहुंचा, ഞാൻ ഇവിടെ എത്തിയപ്പോൾ, उस रात को जब हम इस कमरे में पहुंचे, അന്ന് രാത്രിയിൽ ഈ മുറിയിലെത്തിയപ്പോൾ परमेश्वर हमारे सामने उस सत्य को प्रकट कर रहे हैं। ഈ സത്യം എന്നെ ഇങ്ങനെ കാണിക്കുക. हम प्रेयर में हैं, ഞാൻ പ്രാർത്ഥിക്കുക, हम अपने समय में हैं। ഞാൻ എന്റെ സമയത്തിൽ കയറി നിൽക്കുക. ओ हम रात को उस समय प्रेयर में थे, ഞാൻ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുക. 11:30 मैं प्रेयर में अपने स्थान में था। 11:30 പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ
रात को 3:35 को परमेश्वर साफ रीति से हमारी आंखों को खोलते हैं 3:35 ആയപ്പോൾ പെട്ടെന്ന് എന്റെ കണ്ണിന്റെ മുൻപിൽ ചിലത് വ്യക്തമായി കണ്ടു. और उस समय पर हम साफ रीति से देखते हैं ഞാൻ കാണുകയാണ് हम जहां हैं ഞാൻ എവിടെയാണോ हम अपने आप को ഞാൻ एक बहुत बड़ी रिवर के बीच में पाते हैं. ഒരു വലിയ നദിയുടെ നടുവിൽ നിൽക്കുകയാണ്. इतना बड़ा नदी അത് വലിയ നദിയാണ്. जिसे जब हम सिर झुकाकर देखते हैं ഞാൻ തല കുനിക്കുമ്പോൾ तब हम उसे इतनी चौड़ाई में देखते हैं. ഞാൻ ഇത്രയും വീതിയിൽ കാണുന്നു. फिर से प्रभु कहता है പിന്നെ പറയുന്നു तुझे क्या दिखता है? നീ എന്ത് കാണുന്നു? मैंने कहा प्रभु मैं एक रिवर को देख रहा हूँ. ദൈവമേ ഒരു നദി കാണുകയാ. तब परमेश्वर फिर से कहते हैं വീണ്ടും പറഞ്ഞു फिर से देख. പിന്നെ നോക്ക്. और जब मैं फिर से देखता हूँ വീണ്ടും നോക്കിയപ്പോൾ अब ये रिवर चौड़ाई में बढ़ रही है. ഇതാ ഈ നദിയുടെ വിസ്താരം വർദ്ധിക്കുക. मैं लेफ्ट साइड देखता हूँ ലെഫ്റ്റ് നോക്കി वो कई दूरी तय कर चुकी है. ഓ പോയി. राइट साइड देखता हूँ റൈറ്റ് നോക്കി कई दूरी तक फैल चुकी है. और उस समय परमेश्वर कहता है അന്നേരം പറഞ്ഞു क्या दिख रहा है? എന്താ കാണുന്നത്? मैंने कहा महानदी दिख रही है. ഞാൻ പറഞ്ഞു വലിയ നദി കാണുകയാ. तब परमेश्वर कहते हैं അന്നേരം പറഞ്ഞു अब इस नदी की धारा में मैं परिवर्तन लाने जा रहा हूँ. ഇതാ ഈ നദിക്കകത്ത് ഞാൻ രൂപാന്തരം കൊണ്ടുവരികയാ. और अचानक പെട്ടെന്ന് जहाँ मैं हूँ ഞാൻ ഉള്ളിടത്ത് एक बहुत बड़े भूडोल के समान आवाज के साथ मैं खुद उस स्थान में हिल जाता हूँ. പെട്ടെന്ന് ഒരു വലിയ മുഴക്കമുണ്ടായി. ഞാൻ അങ്ങ് ഭയങ്കരമായി അവിടെ നിന്ന് കുലുങ്ങുകയാ. और जब उस स्थान को पूरी रीति से हिला दिया गया ആ സ്ഥലം മുഴുവനും കുലുങ്ങുകയാ. तब मैंने पहली बार अपने व्यक्तिगत जीवन में एक पानी के समान लाइक वाटर एंजल्स को उस पानी की धारा पर अपने आप को चलते फिरते देखा. ഞാൻ വ്യക്തമായി ഒരു കാഴ്ച കാണുകയാണ്. ഒരു ഭൂകമ്പം ഉണ്ടായി. അതിനുശേഷം വെള്ളം പോലെ ഇരിക്കുന്ന ദൂതന്മാര് ഞാൻ ആദ്യമായിട്ട് കാണുകയാ. അവർ അതിലെ ഇതിലെ എല്ലാം നടക്കുന്നു. और जब वे स्वर्गदूत वहां चल रहे हैं സ്വർഗ്ഗദൂതന്മാർ സഞ്ചരിക്കുന്നു. उस समय परमेश्वर की एक सीधी आवाज आती है ആ സമയത്ത് നേരിട്ടൊരു ദൈവശബ്ദം. इसके किनारे को देखना शुरू कर. അതിന്റെ അറ്റം നീ ഒന്ന് നോക്ക്. तब परमेश्वर कहते हैं അന്നേരം എന്നോട് उसके പറഞ്ഞു किनारे को ध्यान से देख. നീ ശ്രദ്ധിച്ചു നോക്ക് അതിന്റെ അറ്റം. तब हम देखते हैं നോക്കിയപ്പോൾ हर रिवर का किनारा ആ റിവറിന്റെ അറ്റം गंदा होता है. അവിടെ അഴുക്കുണ്ട്. लोग अपनी मर्जी से वहां कपड़े धोते हैं. ആൾക്കാർ അവിടെ തുണി കഴുകും. पशु भी पानी पीते അവിടെ हैं. പശുക്കൾ വന്ന് വെള്ളം हर एक കുടിക്കും. गंदगी उस रिवर के किनारे पाई जाती അവിടെ है. എല്ലാ വിധത്തിലുമുള്ള അഴുക്കുണ്ട്. तब परमेश्वर कहते हैं അപ്പോൾ എന്നോട് പറഞ്ഞു तुझे क्या दिखता നീ है? എന്താ കാണുന്നേ? आज से ഇന്ന് മുതൽ इस स्थान को ഈ സ്ഥലം जो हर व्यक्ति अपनी इच्छा के अनुसार इस नदी के पानी को अपने योजना में काम में ला रहा था. ആ നദിയുടെ സൈഡില് ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തു പോകുന്നത് പോലെ अब वो परमेश्वर अपनी योजना में पूर्ण करने जा रहा है. ദൈവത്തിന്റെ പദ്ധതിയിൽ ആ കാര്യങ്ങൾക്കകത്ത് വലിയ രൂപാന്തരം വരാൻ और പോകുകയാണ്. परमेश्वर दिखाते हैं ദൈവം കാണിച്ചു തുടങ്ങി. देख നോക്ക് इसके दोनों किनारों को देख. അതിന്റെ രണ്ടറ്റം നോക്ക്. और उस किनारे पर इतना सुंदर साफ वो जगह थी जिसे देखते ही हम कहने लगे प्रभु क्या ही सुंदरता इस रिवर का किनारा है. ഞാൻ അത് നോക്കിയപ്പോൾ മനോഹരമായ ക്ലീനായ സ്ഥലം. അയ്യോ എത്ര മനോഹരമാ ദൈവമേ എന്ന് ഞാൻ പറഞ്ഞുപോയി. तब परमेश्वर कहते हैं അന്നേരം എന്നോട് പറഞ്ഞു पीछे मुड़ के देख. നീ പുറകിലോട്ട് നോക്ക്. जब हम पीछे देखते हैं പുറകിൽ നോക്കിയപ്പോൾ वैसे ही रिवर को देखते हैं അതുപോലെ നദി पर वो छोटी साइज में है. പക്ഷെ ചെറുതാണ്. उसमें से लोग पानी निकाल रहे हैं. അതിനകത്തുനിന്ന് ആൾക്കാർ कोई വെള്ളം स्नान कर എടുക്കുന്നു. रहा है. ആരോ कोई കുളിക്കുന്നു. कपड़े धो रहा है. ആരോ തുണി കഴുകുന്നു. पशुओं को नहला रहा है. പശുക്കളെ കുളിപ്പിക്കുന്നു. और അന്നേരം प्रभु कहते हैं ദൈവം പറയുക ध्यान से देख. ശ്രദ്ധിച്ചു നോക്ക്. उस नदी का पानी कई जगह पर गंदा था. ആ നദിയിലെ വെള്ളം പലയിടങ്ങളിലും അത് അഴുക്കായി. कई जगह पर वो पानी का बहाव रुका हुआ था. പലയിടങ്ങളിലും അതിന്റെ ഒഴുക്ക് നിന്നിരിക്കുക. और जहाँ पानी रुका हुआ था वहाँ कुछ मछलियाँ उस पानी में फंसी हुई थी. എവിടെയൊക്കെ ഒഴുക്ക് നിന്നിരിക്കുന്നുവോ അവിടെ മത്സ്യങ്ങൾ അവിടെ കുരുങ്ങി वो കിടക്കുക. फड़फड़ा रही है. അവരിങ്ങനെ വിളക്കിയ पानी सूख रहा था. അവിടുത്തെ വെള്ളം വറ്റിപ്പോവാ. उस समय परमेश्वर कहते ആ हैं സമയത്ത് എന്നോട് പറഞ്ഞു अब आगे की ओर देख. നീ മുമ്പോട്ട് നോക്ക. जब मैं आगे देखता हूँ ഞാൻ മുമ്പോട്ട് നോക്കുമ്പോൾ परमेश्वर क्या दिखाते हैं? എന്താ കാണിക്കുന്നേ? मछलियों को हम देखते हैं. അവിടെ ഞാൻ ഒത്തിരി മീൻ കാണുകയാണ്.
मैं आपको कहना चाहता हूँ, നിങ്ങളോട് പറയട്ടെ, परमेश्वर ने उस समय मुझे एक वचन को दिया ആ സമയത്ത് എന്നോട് ഒരു വചനം തന്നു. और परमेश्वर का आत्मा उस समय परमेश्वर की उपस्थिति में मेरे साथ बात करने लगा ആ സമയത്ത് ദൈവ സാന്നിധ്യത്തിൽ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. और परमेश्वर का आत्मा मेरे साथ बात करते हुए कहा എന്നോട് സംസാരിച്ച് ഇങ്ങനെ പറഞ്ഞു, कि परमेश्वर ने ദൈവം जब मनुष्य को रचा മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ उसने पृथ्वी पर नहीं, ഭൂമിയിലല്ല, किसी और जगह नहीं, വേറെ ഒരു पर സ്ഥലത്തല്ല, सबसे पहले ഏറ്റവും ആദ്യം मनुष्य को മനുഷ്യനെ समुद्र की मछलियों पर अधिकार दिया था. ഈ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്റെ മേലാണ് അധികാരം തന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. परमेश्वर ने पृथ्वी पर उसे अधिकार नहीं दिया था पहले. ആദ്യം ഈ ഭൂമിയിലല്ല അധികാരം കൊടുത്തത്. अपनी स्वरूपता और समानता में बनाने के समय परमेश्वर ने कहा समुद्र की मछलियों पर. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആദ്യം അധികാരം കൊടുത്തത് സമുദ്രത്തിലുള്ള മത്സ്യത്തിന് उसी മേൽ. समय परमेश्वर मुझे एक दूसरे दर्शन में ले जाते ആ हैं സമയത്ത് വേറെ ദർശനത്തിലേക്ക് കൊണ്ടുപോകുന്നു. और वहां परमेश्वर मुझे दिखाते हैं അവിടെ കാണിക്കുകയാണ്, मोसेस ने जब अपनी लाठी मिस्र की नदी पर मारी മോശ തന്റെ കയ്യിലുണ്ടായിരുന്ന വടി ആ ചാവുകടൽ ആ റെഡ് സീയിലേക്ക് ഇട്ടപ്പോൾ तो केवल पानी रक्त नहीं हुआ, അവിടെ പെട്ടെന്ന് ആ വെള്ളം രക്തമായി എന്ന് മാത്രമല്ല, पर उस पानी में जितनी मछलियां थी सब मर गई. അവിടെ എത്ര മീനുണ്ടായിരുന്നോ എല്ലാം മരിച്ചു. नए नियम में जब हम प्रभु ले आते हैं, നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ सारे वचनों को प्रभु दर्शन में ले आ रहे हैं എല്ലാം ദൈവം എന്റെ ദർശനത്തിലേക്ക് കൊണ്ടുവരിക. और कहते हैं എന്നോട് പറഞ്ഞു, मैंने अपने चेलों को जब चुना ഞാൻ എന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ वो मछली पकड़ने वाले थे, അവരെ മീൻ പിടുത്തക്കാരായിരുന്നു. अपनी योजना से अपनी समझ से पकड़ने वाले थे. അവരവരുടേതായിട്ടുള്ള രീതികളിൽ മീൻ പിടുത്തം और ചെയ്യുന്നവരായിരുന്നു. जब मैंने उनको अपनी योजना में ले आया, എന്നാൽ ഞാൻ എന്റെ പദ്ധതിയിലേക്ക് അവരെ കൊണ്ടുവന്നപ്പോൾ मैंने उनको मछली पकड़ना सिखाया. ഞാൻ അവരെ മീൻ പിടുത്തക്കാരാക്കി മാറ്റി. जब वो परमेश्वर की योजना में बने रहे ദൈവത്തിന്റെ പദ്ധതിയിൽ അവർ और നിലകൊണ്ടപ്പോൾ परमेश्वर के पुत्र जब महिमामय देह में आए അങ്ങനെ ഉയർത്തെഴുന്നേറ്റ മഹിമയേറിയ ശരീരത്തിലേക്ക് വന്നപ്പോൾ और उस समय परमेश्वर मुझे आपका चेहरा दिखाते हैं. ആ സമയത്ത് നിങ്ങളുടെ മുഖം ആ ദർശനത്തിൽ തെളിഞ്ഞു വന്നു. जब यीशु मसीह महिमामय देह में जीवित हुए, യേശു കർത്താവ് തന്റെ മഹത്വമേറിയ ശരീരത്തിൽ ഉയർത്തു വന്നപ്പോൾ परमेश्वर के प्रिय चेले लोग फिर से मछली पकड़ने चले गए थे തന്റേതായിട്ടുള്ള ശിഷ്യന്മാര് വീണ്ടും മീൻപിടുത്തത്തിന് വേണ്ടി പോയി. और यीशु उनको फिर से बुलाहट देते. യേശു വീണ്ടും അവരെ വിളിക്കുക. पर वहां परमेश्वर कहते हैं അവിടെ പറയുന്നു, तुमने जो मछली पकड़ी है वो नहीं, നീ പിടിച്ച മീനുണ്ടല്ലോ അതല്ല, तुमने जो मछली पकड़ी है वो नहीं, നീ പിടിച്ച മീനുണ്ടല്ലോ അതല്ല, मेरे पास. എന്റെ കയ്യിൽ. यीशु कहते हैं, യേശു പറയുന്നു, यीशु कहते हैं യേശു പറയുന്നു, मेरे पास എന്റെ കയ്യിൽ तुम्हें खिलाने के लिए, നിന്നെ കഴിപ്പിക്കാൻ, तुम्हारे लिए നിനക്ക് വേണ്ടി वो मछली ആ മീന് और वो रोटी है ആ ആ അപ്പം ഞാൻ കരുതിയിട്ടുണ്ട്. जो आग में सेकी हुई है. അത് തീയിൽ കർത്താവ് റെഡിയാക്കിയതാ. परमेश्वर जाल में पकड़ी हुई मछलियों को नहीं खिलाता. ദൈവം ഇങ്ങനെ നമ്മുടെ വലയ്ക്കകത്ത് പിടിച്ച മീൻ വെച്ച് നമ്മളെ പോഷിപ്പിക്കുന്ന ദൈവമല്ല. परमेश्वर अपनी मछलियों को देता है ദൈവം തന്റെ കയ്യിലിരിക്കുന്ന മീനിനെ നിനക്ക് തരും. और उसी समय परमेश्वर उस बात को दिखाते हैं. ആ സമയത്ത് തന്നെ എന്നെ കാണിക്കുക. जब हम आपके चेहरे को देखते हैं, നിങ്ങളുടെ മുഖം ഞാൻ तब കാണും. हमने प्रभु के चेहरे को और देखा. അന്നേരം ഞാൻ ദൈവത്തേക്ക് നോക്കി. और मैं आपको सच कहना चाहता हूँ, ഞാൻ സത്യം പറയട്ടെ, जब पहली बार शारीरिक रीति से यीशु मेरे कमरे में दिखे, जो चेहरा मैंने देखा, the same चेहरा. I love. ആദ്യമായിട്ട് എൻ്റെ മുറിയിൽ ദൈവസാന്നിധ്യം ഇറങ്ങി ഞാൻ കർത്താവിൻ്റെ പ്രസാദമുള്ള മുഖം കണ്ട അതേ മുഖം ഞാൻ ആ സമയത്ത് കണ്ടു. उस समय उस रिवर में एक बहुत बड़ी बाढ़ आती है. ആ സമയത്ത് ആ റിവറിൽ വലിയൊരു ഫ്ലഡ് വരികയാണ്. प्रभु हमें कहते हैं, എന്നോട് പറഞ്ഞു, अपने दास को दिखा दे, ദാസനെ കാണിക്കുക, अपने दास को दिखा दे, ദാസനെ കാണിക്കുക, मेरे दास को दिखा दे. എൻ്റെ മകനെ നീ वो നോക്കുക. इतनी तेज धारा से जब उस रिवर में वो बाढ़ आई, ആ റിവറില് ഭയങ്കരമായ ഒരു ഫ്ലഡ് വന്നപ്പോൾ हमें लगा ये बाढ़ है. നമുക്കത് കണ്ടാൽ തോന്നും पर വെള്ളപ്പൊക്കമാണ്. परमेश्वर कहते हैं പക്ഷേ ദൈവം ये പറയുന്നു, बाढ़ नहीं है. ഇതൊരു अगर വെള്ളപ്പൊക്കമല്ല. ये बाढ़ होती तो उसमें गंदा पानी होता, ഇത് വെള്ളപ്പൊക്കമായിരുന്നെങ്കിൽ ചീത്ത വെള്ളമായിരുന്നേനെ. पर ये साफ पानी है. അത് പക്ഷെ ഭയങ്കര പ്യോർ വാട്ടറാ. Oh my Jesus. ഹല്ലേലൂയ, Oh my Jesus. ഹല്ലേലൂയ, ആമേൻ. वो इतना साफ पानी था. ഓ,
അത്ര ക്ലിയർ വാട്ടർ, इतना साफ पानी था, അത്രമാത്രം ക്ലിയർ വാട്ടർ. उसमें जो कुछ भी उस रिवर में था सब कुछ दिखा जा रहा था. അതിനകത്ത് എന്തെല്ലാം ഉണ്ടോ കണ്ണാടി പോലെ നമുക്ക് കാണാം. उस समय परमेश्वर हमें कहते हैं, ആ സമയത്ത് എന്നോട് പറഞ്ഞു, ये मछलियों को देख, അതിനകത്തെ മീൻ ये കണ്ടോ, किस दिशा में जा रहे हैं. അവർ ഏത് ഡയറക്ഷനിലാ പോന്നെ. अब तक मछलियां ഇതുവരെ മീന് धारा में बह रही थी, ആ ഒഴുക്കിന്റെ കൂടെ പോവായിരുന്നു. पर अब प्रभु दिखाते हैं ഇപ്പോൾ എന്നെ കാണിക്കുന്നു, मछलियां അവിടെ മീന് धारा में बहकर नहीं जा रही, അവർ ഒഴുക്കിന്റെ കൂടല്ല, पर जिस तरफ से धारा आ रही है എന്നാൽ എവിടെ നിന്നാണോ ഒഴുക്ക് വരുന്നത് उस सोते की ओर बढ़ रही है. അവർ ആ ഒഴുക്കിലേക്ക് പോവുകയാണ്. और वो मछलियां ആ മീന് अलग अलग नहीं जा रही है, അവര് തന്നെയല്ല एक പോകുന്നത്. साथ. അവരൊരു एक കൂട്ടമായി, साथ. ഒരു കൂട്ടമായി, एक ही ഒരേ साथ കൂട്ടമായി उस स्रोत की ओर बढ़ रही है. ആ സ്രോതസ്സിലേക്ക് പോകുകയാണ്. परमेश्वर कहने जा रहे हैं, ദൈവം പറയുക, परमेश्वर उस सत्य को प्रकट कर रहे ആ हैं. സത്യം പറയുകയാണ്. अब मिनिस्ट्री ഇപ്പോൾ ശുശ്രൂഷ बहाव में नहीं, ഇനിയിപ്പോ ഈ ഒഴുക്കിലല്ല, बहते हुए जल के समान नहीं. ഇങ്ങനെ ഒഴുക്ക് പോലെയല്ല. आपकी सेवा के द्वारा बहुत से व्यक्तिगत जीवनों को उस बातों के लिए प्रभु ने जरूर तैयार किया है. ഒത്തിരി വ്യക്തിപരമായ ജീവിതങ്ങളെ നിങ്ങളുടെ ശുശ്രൂഷയിലൂടെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. पर प्रभु अब कहते हैं, എന്നാൽ ഇപ്പോൾ ദൈവം പറയുക, अब आपकी मिनिस्ट्री, ഇപ്പോൾ നിങ്ങളുടെ ശുശ്രൂഷ, आपकी सेवा നിങ്ങളുടെ ശുശ്രൂഷ एक क्रिस्टल क्लियर वाटर के समान होने जा रही है. അത് ഇതുപോലുള്ള നല്ല പളുന്തുപോലുള്ള ആ വെള്ളം പോലെ ആകാൻ പോകുകയാണ്. Oh, I love. ഹല്ലേലൂയ. मैंने प्रभु को 2 घंटे धन्यवाद किया. ഇത് കണ്ടിട്ട് 2 മണിക്കൂർ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞ് അവിടെ അങ്ങ് ഇരുന്നു പോയി. 2 hours. 2 മണിക്കൂർ I just cried. ഞാൻ അങ്ങ് കരയുകയായിരുന്നു. मैंने कहा प्रभु आप कितने महान हैं, ഞാൻ ഇങ്ങനെ പറഞ്ഞു, ദൈവമേ അങ്ങ് എത്ര വലിയവനാണ്, आप कितने अद्भुत हैं. അങ്ങ് എത്ര അത്ഭുതവാനാണ്. आप अपने व्यक्तिगत पहचान में लोगों को किस ऊंचाई के लिए ठहरा चुके हैं. കർത്താവേ, അങ്ങയുടെ പദ്ധതി പ്രകാരം എത്ര വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ആൾക്കാരെ വിളിക്കുകയാണ്. परमेश्वर उस बात को हमारे जीवन में प्रकट करते रहे. ആ കാര്യം വീണ്ടും വീണ്ടും എന്നെ കാണിച്ചോണ്ടേയിരുന്നു. मैं यहाँ आने से पहले ഞാൻ ഇവിടെ വരും മുൻപ് मैंने प्रभु से कहा, ഞാൻ ഇങ്ങനെ പറഞ്ഞു, क्या प्रभु मुझे जाना चाहिए. കർത്താവേ ഞാൻ അങ്ങോട്ട് പോണോ. तब प्रभु ने एक साफ शब्दों में कहा, എന്നോട് വ്യക്തമായി പറഞ്ഞു, अगर मैं वहां हूँ ഞാൻ അവിടെ ഉണ്ട് എങ്കിൽ तो तुम्हें वहां होना चाहिए. നീയും അവിടെ കാണണ്ടേ. अगर मैं वहां हूँ, ഹല്ലേലൂയ. ഞാൻ അവിടെ ഉണ്ട്, मैं वहां हूँ ഞാൻ അവിടെ ഉണ്ട്, तो तुम्हें वहां होना चाहिए. നിനക്കും അവിടെ ചെല്ലണം. ഹല്ലേലൂയ. इस सेवा को परमेश्वर अब एक नई पहचान में प्रकट करने जा रहे हैं. ദൈവം ഈ ശുശ്രൂഷയെ ഒരു പുതിയ പരിചയത്തിലേക്ക് കൊണ്ടുവരികയാണ്. जो मछलियां बहाव में बह जा रही थी, ഏതൊക്കെ മീനുകൾ ഈ ഒഴുക്കിൽ ഒഴുകിപ്പോയോ, इस पानी के पवित्र और शुद्ध और निर्मल हो जाने के कारण अब वो उस डायरेक्शन में नहीं, पर वो अब सोते की ओर तैरना शुरू कर देगी. ഈ വെള്ളം അത്രമാത്രം ശുദ്ധജലമായിരിക്കുന്നത് കൊണ്ട് ഒഴുക്കനുസരിച്ച് പോകുകയല്ല, സ്രോതസ്സിലേക്ക് മീനുകൾ വരികയാണ്. आज से इस मिनिस्ट्री के साथ जुड़ने वाले उस साफ पानी के साथ जुड़ जाएंगे. ഇന്ന് മുതൽ ഈ ശുശ്രൂഷയുടെ കൂട്ടത്തിൽ ചേരുന്നവർ പളുന്തുപോലെയുള്ള നദിയിലേക്ക്, ആ ജലത്തിന്റെ സ്രോതസ്സിലേക്ക് കൂടിച്ചേരുകയാണ്. मैं यहाँ प्रचार करने नहीं आया, ഞാൻ ഇവിടെ പ്രസംഗിക്കാൻ വന്നതല്ല, मैं यहाँ वचन सिखाने नहीं आया. ഞാൻ വചനം പഠിപ്പിക്കാനും വന്നതല്ല. मुझे परमेश्वर ने केवल इस कार्य के लिए भेजा कि मेरे योजना को उस स्थान के लिए बोल. എന്നാൽ ദൈവം എന്നെ അയച്ചത് എന്തിനാണെന്നറിയാമോ? ഈ സ്ഥലത്തിന് വേണ്ടിയുള്ള എന്റെ പദ്ധതികൾ നീ വിളിച്ചു പറയണം. आज से बहुत से लोग अपने व्यक्तिगत जीवन में धार्मिकता का ओढ़ना छोड़कर पवित्रता के वस्त्र को धारण करना शुरू ഇന്നു മുതൽ മതപ്രകാരം പല കാര്യങ്ങൾ ആൾക്കാർ ചെയ്യുന്നതിന് പകരം ജീവിത വിശുദ്ധിയിൽ അവരെ തന്നെ പൊതിയും. ये मिनिस्ट्री अब केवल मिनिस्ट्री नहीं कहलाएगी. ഈ ശുശ്രൂഷ ഇനി ഒരു ശുശ്രൂഷ മാത്രമല്ല. हालांकि ये मिनिस्ट्री है ही नहीं, ഇതൊരു ശുശ്രൂഷ വിളിയല്ല. इसे हम सेवा कह रहे हैं. നമ്മൾ ഇതിനെ ഒരു ശുശ്രൂഷ എന്ന് പറയുന്നു. पर परमेश्वर तो हमें प्रकट करने जा रहा है. പക്ഷെ ദൈവം നമ്മെ എന്തിനു വേണ്ടി വിളിച്ചിരുന്നോ ആ പദ്ധതികളെ പ്രകടമാക്കാൻ പോകുകയാണ്. मैंने यीशु की चेहरे से जिस आई लव ആനന്ദ. ഹല്ലേലൂയ. बिकॉज ऑफ दिस प्लेस. യേശുവിന്റെ മുഖത്ത് ഞാൻ നോക്കിയപ്പോൾ കണ്ട ആ സന്തോഷം, ആ തൃപ്തി, ഈ സ്ഥാനത്തെ നിങ്ങളെ ഓർത്ത് കണ്ട ആ സന്തോഷം मैं आत्मा में इतना आनंदित हूँ.
എൻ്റെ ആത്മാവിൽ ഞാൻ അത്രമാത്രം സന്തോഷിച്ചു. कई सालों पहले जिस चेहरे को मैंने मेरे व्यक्तिगत जीवन के सामने देखा, वही चेहरा फिर से इस स्थान में प्रकट हुआ. അനേക വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ മുറിയിലേക്ക് യേശു ഇറങ്ങി വന്ന് അന്ന് ഞാൻ കണ്ട അതേ മുഖം രണ്ടാമത് വീണ്ടും ഞാൻ ഇന്നലെ കാണുകയാണ്. राज्य हमारे लिए कोई महत्वपूर्ण नहीं है. ഈ രാജ്യം അത് നമുക്ക് വേണ്ടി വലിയ കാര്യമല്ല. परमेश्वर ऐसा कहते हैं. ഇങ്ങനെയാണ് ദൈവം പറയുന്നത്. आज से, ഇന്ന് മുതൽ, इन समयों से, ഈ സമയം മുതൽ राज्य को नहीं, രാജ്യമല്ല, राज्य को नहीं, രാജ്യമല്ല, टेरिटरीज को देखना शुरू करो. ടെറിട്ടറീസ് കാണാൻ തുടങ്ങണം. Oh, that's a spiritual dimension. അതൊരു സ്പിരിച്വൽ ഡയമെൻഷൻ ആണ്. क्योंकि परमेश्वर राज्य के रूप में प्रकट नहीं करते हैं. കാരണം രാജ്യങ്ങൾ എന്നൊരു കാര്യമല്ല. परमेश्वर ने हमें किसी शहर और राज्य के लिए नहीं ठहराया है. ഒരു പട്ടണത്തിന് വേണ്ടി, ഒരു രാജ്യത്തിന് വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കരുത്. परमेश्वर ने हमें टेरिटरीज दी है. ദൈവം നമുക്ക് വേണ്ടി ചില ടെറിട്ടറികൾ തന്നിട്ടുണ്ട്. क्योंकि इस दुनिया का सरदार अपने आप को टेरिटरीज पर रूल करता है. കാരണം ഈ ലോകത്തിന്റെ പ്രഭു അങ്ങനെ ചില മണ്ഡലങ്ങളുടെ മേലാണ് സ്വാധീനം ചെലുത്തുന്നത്. इसलिए परमेश्वर राजदंड देते हैं. അതുകൊണ്ടാണ് ദൈവം ചെങ്കോല് കയ്യിൽ തരുന്നത്. और शारीरिक रीति से राजदंड के एक छोर पर मोहर होती है. സാധാരണ അതിന്റെ ഒരറ്റത്താണ് മുദ്രയുള്ളത്. पर जब दोनों तरफ मोहर है, രണ്ട് സൈഡിലും മുദ്രയുള്ളപ്പോൾ परमेश्वर प्रकट कर रहे हैं. ദൈവം കാണിക്കുക, परमेश्वर आपको पहले टेरिटरीज पर ठहराया. ദൈവം ചില മണ്ഡലങ്ങളുടെ മേൽ അധികാരം अब आप रेल्स में अपने व्यक्तिगत जीवन को उस अधिकार के कारण, उस राजदंड के कारण अपने व्यक्तिगत पहचान को प्रकट करेंगे. നിങ്ങളുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ ചെങ്കോൽ മുഖാന്തരം വ്യാപരിക്കുന്ന അധികാരത്തിന്റെ മണ്ഡലങ്ങളിലേക്ക് ദൈവം നിങ്ങളുടെ പരിചയത്തെ ഉയർത്തുവാൻ और जिसके പോകുന്നു. हाथ में राजदंड होता है, ആരുടെ കയ്യിലാണോ ചെങ്കോൽ, जिसके हाथ में राजदंड होता है, ആരുടെ കയ്യിലാണോ ചെങ്കോൽ, जिसके हाथ में राजदंड होता है, ആരുടെ കയ്യിലാണോ ചെങ്കോൽ, उसके चारों ओर അവരുടെ നാല് വശത്തും शरीरधारी स्वर्गदूत नहीं रहते. അവിടെ ശരീരത്തിൽ നിൽക്കുന്ന ദൂതന്മാരല്ല, दो पंख वाले स्वर्गदूत भी नहीं അവിടെ रहते, രണ്ട് ചിറകുള്ള ദൂതന്മാരുമല്ല, पर अग्निमय स्वर्गदूत रहते हैं. പക്ഷേ അവിടെ തീജ്വാല പോലെയുള്ള ദൂതന്മാരാണ്. और अग्निमय स्वर्गदूत उनके चारों ओर अपने आप को प्रकट करते हैं. അവരുടെ ചുറ്റും അങ്ങനെയുള്ള ദൂതന്മാരാണ് പ്രകടമാകുന്നത്. शमूएल छोटा बालक था ശമൂവേൽ ഒരു ചെറിയ ബാലനായിരുന്നു. और उसके व्यक्तिगत जीवन में वो सच्चाई थी. അവന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ആ സത്യം ഉണ്ടായിരുന്നു. परमेश्वर अपने व्यक्तिगत पहचान में उस सत्य को लाना चाह रहा है. ദൈവം ആ പരിചയം അവന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നു. आपके जीवन के साथ में परमेश्वर उस बात को लाना चाह रहा है. നിങ്ങളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവം അത് കൂട്ടിച്ചേർക്കാൻ ये ആഗ്രഹിക്കുന്നു. सेवकाई केवल सेवकाई के रूप में नहीं जानी जाएगी. ഈ ശുശ്രൂഷ വെറും ഒരു ശുശ്രൂഷയായി അറിയപ്പെടരുത്. परमेश्वर अब उसके बहाव को इसलिए बढ़ाना चाह रहा है क्योंकि अब उस बहाव में जो कुछ भी आएगा उस बहाव में बह जाएगा. ആമേൻ. ദൈവം ഒരു നദി പോലെ, നല്ല സ്വച്ഛ ജലമുള്ള നദി പോലെ ദൈവം ഈ ശുശ്രൂഷയെ ആക്കുകയാണ്. हाथ उठाकर कहें उस नदी का बहाव ആ കരങ്ങളെ ഉയർത്തി പറയാമോ? अब वो ഈ केवल നദി- नदी नहीं है, അതൊരു നദി മാത്രമല്ല, अब वो महानदी है. അതൊരു വലിയ और നദിയാ. उसके बहाव में, ആ നദിയുടെ ഒഴുക്കൽ, उसके बहाव അതിന്റെ में ഒഴുക്കൽ जो कुछ भी आएगा എന്തെല്ലാം വരും उसे बहा दिया जाएगा. അതിനെ അങ്ങ് ഒഴുക്കിക്കൊണ്ടുപോകും. अपना हाथ उठाकर कहें നമ്മുടെ കരങ്ങൾ ഉയർത്തി आज से, ഇന്ന് മുതൽ, आज से ഇന്ന് മുതൽ हमें मांगने की आवश्यकता नहीं നമ്മൾ रहेगी. ചോദിക്കണ്ട. बोलने से पहले, നമ്മൾ कहने से പറയും पहले മുൻപ് आपके व्यक्तिगत जीवन में നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ परमेश्वर ദൈവം उन बातों को हटाना शुरू कर देगा. ആ കാര്യങ്ങളെ അങ്ങ് മാറ്റാൻ തുടങ്ങും. ഹല്ലേലൂയ. जो लोग यहाँ आए हैं, ഇവിടെ വന്നിരിക്കുന്നവർ, हम व्यक्तिगत नहीं बोल सकते हैं, ഞാൻ ഓരോരുത്തരോടും പറയുന്നില്ല, पर बहुत से लोग यहाँ पर मौजूद हैं ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ഇവിടെ ഉണ്ട്. जिनके पारिवारिक जीवन सही नहीं है, നിങ്ങളുടെ കുടുംബ ജീവിതങ്ങൾ ശരിയല്ല, उसकी परिस्थितियां ठीक नहीं है. അതിന്റെ സാഹചര്യം ശരിയല്ല. वो अपने परिवार में परमेश्वर की प्रसन्नता के रूप में नहीं जी पा रहे हैं. ദൈവത്തിന് സന്തോഷം വരുമാറ് കുടുംബ ജീവിതം അങ്ങോട്ട് ക്രമീകരിക്കാൻ പറ്റുന്നില്ല. पर मैं आपको कहना चाहता हूँ, ഞാൻ നിങ്ങളോട് പറയട്ടെ, आप जब यहाँ से जाएंगे, ഇവിടെ നിന്ന് നിങ്ങൾ പോകുമ്പോൾ आप अपने साथ उस रिवर के बहाव को लेकर जाएंगे. നിങ്ങള് ഈ നദിയുടെ ഒഴുക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുപോകുകയാണ്. और उस नदी का बहाव वो होता है ഈ നദിയുടെ ഒഴുക്ക് എന്താണ്?
उस नदी के बहाव में जो कुछ भी अब तक अपनी पहचान को प्रकट करता है, नदी के बहाव में एक सबसे सामर्थ्य बात है, जो कोई उस बहाव के आगे झुक जाता है वो उसको अपने आप में समा लेता है, पर जो नहीं झुकेगा उसको अपने साथ बहा ले जाता है. ഈ നദിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അതിലേക്ക് ചേർന്ന് കൊടുത്താൽ, ഒന്ന് കുനിഞ്ഞു കൊടുത്താൽ അതിന്റെ കൂട്ടത്തിൽ കൊണ്ടുപോകും. ഇല്ല, എതിർത്ത് നിന്നാൽ അടിച്ച് താഴെയിട്ട് അവരെ ഒഴുക്കി കൊണ്ടുപോകുന്ന ഒരു അനുഭവം അതിനകത്തുണ്ടാകും. क्या आप लोग तैयार हैं? നിങ്ങൾ റെഡിയാണോ? शमूएल परमेश्वर की योजना में बालक ही था. ശമൂവേൽ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം അവൻ ദേ ഇപ്പോൾ ഒരു ബാലൻ ആയി. जितने भी अगवे लोग यहाँ पर हैं, ഇവിടെ എത്ര പേരുണ്ട്? जो भी प्रभु के दास के साथ जुड़े, ആരൊക്കെ ഈ ദേവദാസനോട് ചേർന്ന് मैं आपको നിൽക്കുന്നു? सत्य कहना चाहता हूं. ഞാനൊരു സത്യം പറയുകയാണ്. शमूएल बालक था, ശമൂവേൽ ബാലനായിരുന്നു. उसको समर्पित कर दिया गया था, അവനെ സമർപ്പിച്ചതാണ്. पर उसके व्यक्तिगत जीवन को जो समर्पण हुआ है, എന്നാൽ അവന്റെ ജീവിതത്തിലുള്ള സമർപ്പണം, उसके व्यक्तिगत जीवन के समर्पण को परमेश्वर की योजना में बनाए रखने के लिए शमूएल को एली की जरूरत थी. ഈ ശമൂവേൽ ബാലനെ ദൈവത്തിന്റെ പദ്ധതികൾക്കകത്ത് മുന്നേറ്റണമെങ്കിൽ സമർപ്പിച്ചതാണെങ്കിലും അവനെ മുൻപോട്ട് നയിക്കാൻ ഒരു ഏലി പുരോഹിതന്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നു. शमूएल परमेश्वर की योजना में चुना हुआ था, ശമൂവേൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു. पर शमूएल अपने आप परमेश्वर की योजना में आगे नहीं बढ़ सकता. പക്ഷേ ഈ ശമൂവേലിന് തന്നെത്താൻ ദൈവത്തിന്റെ വഴികളിൽ മുന്നേറുവാൻ കഴിയത്തില്ല. शमूएल को एली की जरूरत थी. ശമൂവേലിന് ഒരു ഏലിയുടെ ആവശ്യമുണ്ട്. अगर आज आप यहाँ पर हैं, നിങ്ങൾ ഇന്നിവിടെ ഉണ്ട് എങ്കിൽ परमेश्वर साफ रीति से उस शब्द को कह रहा है, വ്യക്തമായി ഈ കാര്യം നിങ്ങളോട് പ്രകടമാക്കുകയാണ്. शमूएल को एली की जरूरत थी. ശമൂവേലിന് ഏലിയുടെ ആവശ്യമുണ്ടായിരുന്നു. और जब एली ने ഏലി शमूएल को ശമൂവേലിനെ परमेश्वर की उपस्थिति में सेवा करना सिखाया, ദൈവ സാന്നിധ്യത്തിൽ എങ്ങനെയാണ് ശുശ്രൂഷിക്കുന്നത് എന്ന് പരിചയിപ്പിച്ചപ്പോൾ, हाथ उठाकर कहें, കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ട്, शमूएल सीख कर नहीं आया था. ശമൂവേൽ ഒന്നും പഠിച്ചോണ്ട് വന്നിട്ടില്ല. मैं आपको साफ शब्दों में कहना चाहता हूं, വ്യക്തമായ വാക്കുകൾ പറയാ, अपने अगुओं की अधीनता को अपने जीवन में बनाए रखें. നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ദൈവമാക്കി വെച്ചിരിക്കുന്ന ആത്മീക അധികാരത്തിലുള്ളവർക്ക് നിങ്ങൾ വിശ്വസ്തയോടെ നിൽക്കുക. एली अपने व्यक्तिगत स्थान में है. ഏലി ദൈവം വിളിച്ച സ്ഥാനത്ത് നിൽക്കുകയാ. शमूएल को परमेश्वर ने बुलाहट दी, ഈ ശമൂവേലിന്റെ മേൽ ദൈവത്തിന്റെ വിളിയുണ്ട്. और वचन में लिखा है परमेश्वर ने शमूएल को नाम लेकर पुकारा. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവം ശമൂവേലിനെ പേരെടുത്ത് സംബോധന ചെയ്തു. कितने लोग तैयार हैं प्रभु आपको नाम लेकर पुकारने? എത്ര പേര് അതിനു വേണ്ടി റെഡിയാ? ദൈവം എന്റെ പേരെടുത്ത് എന്നെ വിളിക്കും. परमेश्वर ने शमूएल को मां के घर में नहीं पुकारा, എവിടെയാണ് ദൈവം? ഹന്നായുടെ വീട്ടിൽ വെച്ചല്ല ശമൂവേലിന്റെ പേര് വിളിച്ചത്. और परमेश्वर ने शमूएल को अपनी उपस्थिति की जगह में पुकारा. എന്നാൽ എവിടെയാണോ ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നത് അവിടെയാണ് അവന് ദൈവ ശബ്ദം और കേൾക്കുവാനിടയായത്. परमेश्वर की उपस्थिति शमूएल के जीवन में एली की अगुवाई में पाई गई है. ദൈവ സാന്നിധ്യത്തിൽ ഈ ഏലി പുരോഹിതൻ അവനെ വഴി നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ശമൂവേൽ ബാലൻ അവിടെ കേൾക്കുവാനിടയായത്. जब शमूएल ने आवाज सुनी, ശമൂവേൽ ദൈവ ശബ്ദം കേട്ടപ്പോൾ, शमूएल ने जब परमेश्वर की आवाज सुनी, ശമൂവേൽ ദൈവ ശബ്ദം കേട്ടപ്പോൾ, शमूएल ने उससे पहले कभी परमेश्वर की आवाज नहीं सुनी थी. അതിനു മുൻപേ അവൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടില്ല. पर जब शमूएल को नाम लेकर पुकारा गया, എന്നാൽ ഈ പേരെടുത്ത് ശമൂവേലിനെ വിളിച്ചപ്പോൾ, तो शमूएल ने एली के पास जाकर कहा, क्या तूने मुझे पुकारा है? ഈ ശമൂവേൽ ഓടി ആദ്യം ഏലിയുടെ അടുക്കൽ പോയിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ വിളിച്ചുവോ? हालेलुया. ഹല്ലേലൂയ. Praise the Lord. 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 मैं आपको सच्चाई कहना चाहता हूं. ഞാനൊരു സത്യം പറയട്ടെ. 2008 में 2008 जब हम अपने व्यक्तिगत जीवन में ഞാൻ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ 2 साल 2 വർഷം 3 महीने 3 മാസം और 13 दिन का फास्टिंग कंप्लीट कर चुके थे, 13 ദിവസത്തെ ഉപവാസം തീർത്തു കഴിഞ്ഞപ്പോൾ अचानक പെട്ടെന്ന് हमने ഞാൻ एक प्रभु के दास को हमारा नाम लेकर पुकारते हुए सुना. പെട്ടെന്നൊരു ദൈവദാസൻ എന്റെ പേര് എന്നെ വിളിക്കുന്നത് ഞാൻ കേട്ടു. और मुझे समझ में नहीं आया എനിക്ക് മനസ്സിലായില്ല, ये कौन मेरा नाम लेकर पुकार रहा है. ആരാ എന്റെ പേര് വിളിക്കുന്നത്? और तब परमेश्वर ने मुझे साफ रीति से उनको मेरे आंखों के सामने प्रकट किया. അപ്പോൾ പെട്ടെന്ന് ആ വ്യക്തി എന്റെ കണ്ണിന്റെ മുൻപിൽ കാണിച്ചു. और वो प्रभु के दास थे बेनिहीन. ബെന്നിഹിൻ പാസ്റ്റർ ആയിരുന്നു അത്.
और जब मैंने उनको देखा അദ്ദേഹത്തെ ഞാൻ കണ്ടപ്പോൾ तब मैंने प्रभु से कहा, ഞാൻ പറഞ്ഞു, क्या प्रभु ये आपकी मर्जी है? ദൈവമേ ഇത് അങ്ങയുടെ क्या ഹിതമാണോ? ये आपकी मर्जी है? ഇത് അങ്ങയുടെ ഹിതമാണോ? तब मैं प्रभु के दास के सभाओं में जाने के लिए अपने आप को तैयार किया। അപ്പോഴാണ് അദ്ദേഹത്തിന്റെ യോഗങ്ങളിലേക്കൊക്കെ കടന്നു പോകുവാൻ ഞാൻ എന്നെ തന്നെ मैं തയ്യാറാക്കി. उपवास के साथ में वहां पहुंचा। ഉപവാസത്തോടു കൂടെ ഞാൻ അദ്ദേഹത്തിന്റെ യോഗങ്ങളിൽ ചെന്നു. प्रभु के दास ध्यान से इस सत्य को जान ले। നിങ്ങൾ വ്യക്തമായി ഈ കാര്യം मैं മനസ്സിലാക്കണം. वहां पहुंचा। ഞാൻ അവിടെ എത്തി. प्रभु के अभिषेक दास का जो पुलपिट था, मैं एग्जैक्ट उसके सामने वीवीआईपी सीट लेकर वहां कई पैसे देकर खरीद कर वहां बैठता था। ഞാൻ ബെന്നിക്കിൻ പാസ്റ്റർ ശുശ്രൂഷിക്കുമ്പോൾ VVIP സീറ്റ് എത്ര രൂപ മുടക്കിയാണെങ്കിലും ഡയറക്റ്റ് അദ്ദേഹത്തിന്റെ പുൾപിറ്റിന്റെ ഫ്രണ്ടിലുള്ള സീറ്റിൽ ഞാൻ കാണും. प्रभु के अभिषेक इतनी आसानी से नहीं मिलते। അത്ര എളുപ്പത്തിൽ അഭിഷിക്തന്മാരെ നമുക്ക് കിട്ടത്തില്ല. आपको शारीरिक और आत्मिक दोनों स्थान में उसका कीमत अदा करना पड़ेगा। നിങ്ങൾക്ക് എല്ലാ വഴികളിലും ചില വിലകൾ കൊടുക്കുമ്പോഴാണ് ഈ അനുഗ്രഹങ്ങളിലേക്ക് വരുവാൻ मैं आपको कहना चाहता हूँ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. पहले दिन ആദ്യത്തെ ദിവസം हम उनके सामने हैं। ഞാൻ मैं एक ही बात को कह रहा हूँ, ഞാൻ ഒന്ന് മാത്രം പറയാം. प्रभु ദൈവമേ, मैं जैसा आया हूँ ഞാൻ എങ്ങനെയാണോ വന്നത് वैसा അങ്ങനെ यहाँ से ഇവിടെ നിന്ന് जाना नहीं चाहता। എനിക്ക് തിരിച്ചു പോവണ്ട. मैं जैसा यहाँ आया हूँ ഞാൻ എങ്ങനെയാണോ ഇവിടെ വന്നത് वैसा यहाँ से जाना नहीं चाहता। എനിക്ക് അങ്ങനെ ഇവിടുന്ന് പോവണ്ട. पहला दिन बीत गया, ആദ്യത്തെ ദിവസം पूरा കഴിഞ്ഞു. दिन निकल गया, മുഴുവൻ ദിവസം പോയി. कुछ नहीं हो रहा ഒന്നും है। സംഭവിച്ചില്ല. हमारा ध्यान उनकी ओर है। എന്റെ ശ്രദ്ധ അദ്ദേഹത്തിലേക്കാണ്. पूरी सभा हम रोते रहे, മുഴുവൻ സമയം ഞാൻ കരഞ്ഞോണ്ടിരിക്കുക. नथिंग। ഒന്നുമില്ല. शाम की सभा हो गई, വൈകുന്നേരം ആയി. कुछ नहीं हुआ, ഒന്നും സംഭവിച്ചില്ല. रोते रहे। കരഞ്ഞോണ്ടിരുന്നു. होटल में पहुंचे, ഹോട്ടലിലെത്തി. पूरी रात भर रोए, രാത്രി മുഴുവൻ ഞാൻ കരഞ്ഞു. नींद नहीं है। എനിക്ക് ഉറക്കമില്ല. मैंने कहा, प्रभु ഞാൻ പറഞ്ഞു, ദൈവമേ, क्या मैं खाली जाऊंगा? ഞാൻ എന്തുവാ मैं വെറും खाली കൈയോടെ हाथ जाने പോകുന്നത്? नहीं आया ഞാൻ हूँ। വെറും കൈയോടെ दूसरे दिन പോകുന്നില്ല. पहुंचा, രണ്ടാമത് പോയി. नथिंग, ഒന്നുമില്ല. कुछ नहीं हो रहा है। ഒന്നും സംഭവിക്കുന്നില്ല. पूरा दिन बीत गया, മുഴുവൻ ദിവസം शाम പോയി. हो गई, വൈകുന്നേരമായി. कुछ नहीं, ഒന്നുമില്ല. सेशंस पर सेशंस खत्म हो रहे हैं। ഓരോ സെഷൻ മുൻപോട്ട് പോകുകയാണ്. रात का सेशन खत्म हो गया, രാത്രി കഴിഞ്ഞു. मैं वहीं बैठकर रोते रहा। ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. वॉलंटियर्स आए, വോളണ്ടിയേഴ്സ് വന്നു. सर സർ, टाइम इज ओवर। സമയം കഴിഞ്ഞല്ലോ. मैं रोते हुए वहां से चल निकला। ഞാൻ വീണ്ടും കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. मुझे समझ में नहीं आता था। എനിക്ക് മനസ്സിലാവത്തില്ലായിരുന്നു. आज तक मैं होटल से, कार से, टैक्सी से वहां तक पहुंच रहा था, ആ ദിവസം അന്ന് വരെ അവിടെ നിന്ന് ഒരു ടാക്സി എടുത്താണ് ഹോട്ടലിൽ നിന്ന് അവിടെ വന്നുകൊണ്ടിരുന്നത്. पर जब मैं उस स्थान से निकला, പക്ഷേ അവിടെ നിന്ന് ഇറങ്ങി. मेरा समझ काम नहीं कर रहा था। എന്റെ ബുദ്ധി പോലും പ്രവർത്തിക്കാത്ത मैं चलते गया, ഞാൻ ഇങ്ങനെ ഇറങ്ങി मैं चलते गया। ഞാൻ ഇറങ്ങി നടക്കുക. मैं कैसे होटल पहुंचा मुझे ही नहीं मालूम था। എങ്ങനെ ഹോട്ടലിൽ എത്തിയെന്ന് പോലും वो എനിക്കറിയില്ല. मेरे लिए पहली बार मैं उस स्थान पर पहुंचा था। ആദ്യമായിട്ടാണ് ആ സ്ഥലത്ത് ഞാൻ വരുന്നത്. मैं होटल पहुंचा, ഹോട്ടലിലെത്തി. कमरे में अंदर गया, മുറിയിൽ കയറി. मैंने कहा, प्रभु ഞാൻ പറഞ്ഞു, ദൈവമേ, अगर आप यहाँ लाए हो तो അങ്ങാണ് എന്നെ या तो കൊണ്ടുവന്നതെങ്കിൽ बदलाव के साथ भेजना, ഒന്നെങ്കിൽ എന്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരം വരണം, या तो मैं यहाँ से वापस नहीं जाना चाहता। ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് എനിക്ക് പോവണ്ട. पूरी रात रोते रहा, രാത്രി മുഴുവൻ ഞാൻ കരഞ്ഞു. सुबह वहां पहुंचे, രാവിലെ ഞാൻ അവിടെ എത്തി. उन्होंने एकदम से सारी भीड़ की ओर दृष्टि की। പെട്ടെന്ന് അദ്ദേഹം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അവിടെ ഇരിക്കുന്ന പുരുഷാരത്തെ നോക്കി. और उन्होंने कहा, भारत से, पाकिस्तान से कौन है वो स्टेज पर आ जाए। പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു, ഭാരതത്തിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരണം. जितने भी प्रभु के दास लोग भारत से, पाकिस्तान से, श्रीलंका से थे, सब लोग दौड़ते हुए स्टेज पर पहुंच गए। ഈ മൂന്ന് ഇടങ്ങളിൽ നിന്നുള്ള ദൈവദാസന്മാർ ഓടി അവർ സ്റ്റേജിൽ കയറി. पर मेरा मन कह रहा है, मैं नहीं जाऊंगा। എന്റെ മനസ്സ് പറയുവാ, എനിക്ക് പോവണ്ട. प्रभु मैं इसलिए नहीं आया हूं। ദൈവമേ, ഞാൻ ഇതിനു വേണ്ടി ഒന്നും അല്ലല്ലോ ഇവിടെ വന്നത്. तब उन सब लोगों के लिए दुआ की गई। അപ്പോ അദ്ദേഹം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. जैसे ही वो प्रेयर खत्म हुआ, ആ പ്രയർ കഴിഞ്ഞപ്പോൾ अद्भुत रीति से परमेश्वर के, प्रभु के दास से वर्शिप में अगुवाई करने लगे। പെട്ടെന്ന് അദ്ദേഹം ആരാധനയിൽ അങ്ങോട്ട് മുമ്പോട്ട് പോയി. I tell you the atmosphere is changed. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, അന്തരീക്ഷം മുഴുവൻ മാറുകയാണ്. That was spiritual atmosphere. പെട്ടെന്ന് ഒരു वो ആത്മമണ്ഡലം, स्वर्गीय अनुभव था। അതൊരു സ്വർഗീയ അനുഭവമായിരുന്നു. और वह स्टेज से उतरे, പെട്ടെന്ന് സ്റ്റേജിൽ നിന്നും താൻ ഇറങ്ങി सीधे मेरे पास आए। നേരെ എന്റെ അടുത്ത് വന്നു. उनके साथ जो लोग थे, അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ उन्होंने कहा, അവര് പറഞ്ഞു, take this guy, ഈ ആളെ പിടിക്കാം, उसको उठाओ।
പെട്ടെന്ന് എടുക്കാൻ ये मुझे कैसे उठाकर स्टेज पर ले गए मुझे समझ में नहीं आया। എനിക്ക് മനസ്സിലായില്ല എങ്ങനെ പിടിച്ചു പൊക്കി എന്നെ उस स्टेज पर ले जाने के बाद में ആ സ്റ്റേജിൽ കൊണ്ടിട്ടു. उन्होंने अपने व्यक्तिगत स्थान पर मेरे लिए क्या किया मुझे कुछ मालूम नहीं था, എനിക്കൊന്നും അറിയത്തില്ല. അവിടെ നിന്ന് അദ്ദേഹം എന്തൊക്കെയോ ചെയ്യുന്നു. पर उनके प्रार्थना के बाद പക്ഷെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം 2 घंटा 2 മണിക്കൂർ 20 से 25 मिनट तक ഒരു 20-25 First time. ആദ്യമായി सबसे लंबा ഏറ്റവും നീളത്തിൽ स्वर्ग का अनुभव रहा। എനിക്ക് സ്വർഗത്തിലേക്ക് എന്നെ എടുത്തോണ്ട് പോയി അവിടുത്തെ അനുഭവം ആക്ഷരികമായി എന്റെ ജീവിതത്തിലേക്ക് നൽകി. और जब उस अनुभव में मैं था, ആ അനുഭവത്തിൽ ഞാൻ അവിടെ मीटिंग खत्म हो चुका था, മീറ്റിംഗ് കഴിഞ്ഞു. पर उन वॉलंटियर्स ने बाद में हमें बताया പിന്നാണ് വോളണ്ടിയേഴ്സ് कि പറയുന്നത്, प्रभु के दास ने उनको बोला है ദൈവത്തിന്റെ ദാസൻ അവരോട് പറഞ്ഞു, कि कोई भी उसे ना छुए, അവനെ ആരും തൊടരുത്. और किसी ने भी मुझे नहीं छुआ। ഞാൻ ആ കിടന്ന അത്ര जब मेरी आंखें खुली ആരും എന്നെ തൊട്ടില്ല. എന്റെ पूरा हॉल खाली था, ഹോളിൽ ആരുമില്ല. मेरी आंखों पर केवल रोशनी थी। എന്റെ കണ്ണിന്റെ മേലൊരു ലൈറ്റ്. मैं उठा, ഞാൻ എഴുന്നേറ്റു. मैं चल नहीं पा रहा था, എനിക്ക് നടക്കാൻ मुझे മേല. समझ में नहीं आ रहा था എനിക്ക് മനസ്സിലാവുന്നില്ല मैं कहाँ हूँ। ഞാൻ എവിടെയാ. मैंने जब पूछा ഞാൻ ചോദിച്ചു मैं कहाँ हूँ, ഞാൻ എവിടെയാ. उनको लगा അവർക്ക് തോന്നി इसे बहुत बड़ा सदमा लगा है। ഇവൻ എന്തോ ആഘാതം तब സംഭവിച്ചു. मैं अचानक उनके बीच से चलकर चलने लगा। പെട്ടെന്ന് ഞാൻ അവരുടെ നടുവിലൂടെ അങ്ങ് मैं आपको നടന്നു. कहना चाहता, ഞാനൊന്ന് പറയട്ടെ, जब प्रभु आपको किसी आत्मिक अनुभव में जोड़ते हैं तो ദൈവം ഏതെങ്കിലും ആത്മീയ അനുഭവത്തിലേക്ക് നിങ്ങളെ കൂട്ടിച്ചേർക്കുമ്പോൾ उसका प्रमाण भी देते हैं। അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രമാണങ്ങൾ ദൈവം തരും. हालेलुया, ഹല്ലേലൂയ हालेलुया। ഹല്ലേലൂയ. जब उन्होंने मुझे वहां से जाने दिया, അവിടെ നിന്ന് എന്നെ വിട്ടപ്പോൾ मैं आपको सच कहता हूँ ഞാൻ സത്യം പറയാ, मेरे पैर जमीन को छू नहीं रहे थे। ഞാൻ നടക്കുന്നുണ്ട് പക്ഷെ എന്റെ കാല് I feel I'm walking in air. ഞാന് ഇങ്ങനെ വായുവിൽ നടന്നു. मेरे पैर जमीन को छू नहीं रहे थे। എന്റെ കാല് നിലത്ത് मैं മുട്ടുന്നു. वैसे चल रहा था जमानों में हवा में चल रहा हूँ। ഞാൻ നടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വായുവിൽ सुबह സഞ്ചരിക്കും. मुझे होटल से निकलना है, രാവിലെ ഹോട്ടലിൽ നിന്ന് പോണം. मैं जाकर बेड में रोने लगा, ഞാൻ വീണ്ടും റൂമിൽ रोते रोते वहीं पड़ा रहा। കരഞ്ഞ് 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 അവിടെ കിടന്നു. सुबह जब समय हो गया രാവിലെ സമയമായി. मुझे चेकआउट करना था। എനിക്ക് ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യണം. मैं आपको सत्य कहना चाहता ഞാൻ हूँ, സത്യം പറയാം. जब चेकआउट का टाइम हुआ, ചെക്കൗട്ട് जिस സമയമായി. बेड पर मैं था, ഞാൻ ഏത് ബെഡിലാണോ उस होटल के लोगों ने आकर उस कमरे में जो कुछ भी चीज थी उसको चेक करना चाहा। അവര് വന്ന് ഞാൻ ഇറങ്ങുന്നതിന് മുമ്പേ ഹോട്ടലിലുള്ള സാധനങ്ങൾ ചെക്ക് ചെയ്തു. 2 लोग अंदर आए, 2 പേരകത്ത് വന്നു. मुझे समझ में नहीं आ रहा था, എനിക്ക് മനസ്സിലായില്ല. बस वो अंदर आए, അവര് പെട്ടെന്ന് मैं അകത്ത് केवल उनको देख रहा हूँ, ഞാൻ അവരെ वे നോക്കുക. मुझे देख रहे हैं, അവരെന്നെ നോക്കുക. उनको मेरी आंखों में नशा दिख रहा है, അവര് കണ്ടപ്പോൾ നോക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ ഇതിൽ നിൽക്കുക. उनको लग रहा है मैं नशे में हूँ, ഞാൻ ഇങ്ങനെ കിറങ്ങി നിൽക്കുന്ന പോലെ. पर वो नहीं जानते मैं कौन से नशे में था। പക്ഷെ അവർക്കറിയത്തില്ല അവർ ഞാൻ മദ്യപിച്ചു എന്ന് വിചാരിക്കുകയാണ്. जब उन्होंने वहां अंदर आकर അകത്ത് വന്നു. एक भाई उस फ्रिज को खोलकर वहां चेक कर रहा है, ഒരാൾ ഫ്രിഡ്ജ് തുറന്ന് അവിടെ ചെക്ക് ചെയ്യുന്നു. जो लेडी थी ഒരു ലേഡി जिस ഉണ്ടായിരുന്നു. बेड पर मैं सोया था, ഞാൻ ഏത് ബെഡിലാണോ കിടന്നത്, जैसे ही उसने उस चद्दर को उठाया, അവൾ അങ്ങോട്ട് പോയി ആ ഷീറ്റ് പിടിച്ചോണ്ട് जैसे उसने उस चद्दर को यूं पकड़ा, അവൾ ആ ഷീറ്റ് തൊട്ടപ്പോൾ वो बेड सीट के साथ में सामने की दीवार में धड़ाम से जाकर टकराई। അവള് പെട്ടെന്ന് തെറിച്ചു പോയി. ആ അറ്റത്തുള്ള ഭിത്തിയിൽ ചെന്ന് ഇടിച്ചു വീണു. और वहां वो मानो बेशुद्ध होकर पड़ी। അവള് അവിടെ അങ്ങ് തളർന്നു വീണു. वो व्यक्ति मेरी ओर देख रहा है, ആ ആൾ എന്നെ ഇങ്ങനെ നോക്കുക. उसे लगा मैंने उसको धक्का दिया है, അയാൾ ഓർത്തു ഞാൻ അവളെ मैंने उसे गिराया है। ഞാൻ അവളെ തള്ളിയിട്ടു. तब मैंने कहा प्रभु उसे होश में लाओ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു ദൈവമേ അവൾക്ക് ബോധം കൊടുക്കണേ. और वो एकदम से होश में आई। പെട്ടെന്ന് അവൾക്ക് ബോധം उसने വന്നു. अपनी भाषा में उसे कहा, അവളുടെ ഭാഷയിൽ പറഞ്ഞു, इस व्यक्ति ने मुझे नहीं छुआ, ഇയാൾ എന്നെ തൊട്ടതല്ല इस കേട്ടോ. व्यक्ति ने मुझे नहीं छुआ, ഇയാൾ എന്നെ തൊട്ടതല്ല. पर ये व्यक्ति जहां लेटा था उस चद्दर को मैंने छुआ। പക്ഷെ ഇയാൾ കിടന്ന ആ ബെഡിലെ ഷീറ്റ് ഞാനൊന്ന് തൊട്ടതേ ഉള്ളൂ. और उसमें से मुझे इतना जोर से झटका लगा कि मैं कैसे वहां जाकर गिरी मुझे समझ में नहीं आया। അതേ ഒന്ന് തൊട്ടതേ ഉള്ളൂ. എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. കറണ്ട് അടിച്ചതുപോലെ ഞാൻ പോയി ഭിത്തിയിൽ ഇടിച്ച് അവിടെ വീണു. मैं आपको कहना चाहता हूं, ഞാൻ നിങ്ങളോട് പറയാം, 2 मिनट में 2 മിനിറ്റിൽ होटल का पूरा स्टाफ ऊपर था, ആ ഹോട്ടലിലെ സ്റ്റാഫ് മുഴുവൻ മുറി വന്നു. और उन्होंने पूछा അവര് ചോദിച്ചു, आप कौन है, നിങ്ങൾ ആരാ? आप कौन है, നിങ്ങൾ ആരാണ്? आप कौन है। നിങ്ങൾ ആരാണ്? जब मैं गया था ഞാൻ പോയപ്പോൾ किसी ने नहीं पूछा,
ഞാൻ ആരും എന്നെ അന്വേഷിച്ചില്ല. मैं आपको सच्चाई कहना चाहता हूँ ഞാനൊരു സത്യം പറഞ്ഞോട്ടെ, कि आपके पास कुछ समय है. നിങ്ങളുടെ അടുത്ത് मैं 2 സമയമുണ്ടോ? मिनट में आपको सच्चाई कहना चाहता ഞാനൊരു 2 മിനിറ്റിൽ പറഞ്ഞോട്ടെ. हूँ. मैंने ऐसा सोचा था ഞാൻ ഇങ്ങനെ कि प्रभु के दास കർത്താവിന്റെ ദാസൻ कोई बड़े 5 स्टार होटल में रहेंगे, വലിയ 5 സ്റ്റാർ ഹോട്ടലിലായിരിക്കും. इसलिए അതുകൊണ്ട് उस इलाके का सबसे महंगा होटल और स्वीट रूम मैंने बुक किया था, ആ സ്ഥലത്തുള്ള ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹോട്ടൽ സ്യൂട്ട് റൂം ഞാൻ ബുക്ക് ചെയ്തു. क्योंकि मैं चाहता था कि मेरी भेंट उनसे हो जाए. എന്റെ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തെ എനിക്കൊന്ന് കാണണം. पर सच्चाई ये है, പക്ഷെ സത്യം എന്താണെന്ന് जब मुझे पता चला എനിക്ക് वो മനസ്സിലായി, किसी 5 स्टार होटल में नहीं रुके थे, അദ്ദേഹം ഒരു 5 സ്റ്റാറിലും അല്ല നിൽക്കുന്നത്, कोई बड़े शूट रूम में नहीं रुके थे, സ്യൂട്ട് റൂമിലും അല്ലായിരുന്നു. पर उस मीटिंग के ऑर्गेनाइजर का अपना एक होटल था, उसके डिलक्स रूम में ठहरे थे. ആ മീറ്റിംഗ് ഓർഗനൈസ് ചെയ്ത ഓർഗനൈസറിന് ഒരു ഹോട്ടലുണ്ട്, അവിടെ ഒരു ഡീലക്സ് റൂമിലാണ് പാസ്റ്റർ ബെന്നിഹിൻ താമസിച്ചത്. Can I tell you truth? ഞാനൊരു സത്യം പറഞ്ഞോട്ടെ, प्रभु के अभिषिक्तों के जीवन की सच्चाई को जानना सीखे. അഭിഷിക്തന്മാരുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ പഠിക്കണം. भारत के लिए ये सबसे बड़ी चेतावनी है. ഈ ഭാരതത്തിന് വേണ്ടി ഇത് ഏറ്റവും വലിയ വെല്ലുവിളിയാണ്, മുന്നറിയിപ്പാണ്. उनके जीवन के द्वारा जो लाइमलाइट दिखाई देता है, उसके पीछे उस सोच में उनकी ये व्यक्तिगत जीवन को पहचानना बंद कर दे. ഒരു വ്യക്തി ഒരു ശുശ്രൂഷകനെ സ്റ്റേജിൽ കാണുമ്പോൾ, അതിന്റെ ഗ്ലാമർ കാണുമ്പോൾ, അത് വെച്ച് അവരുടെ ജീവിതത്തെ മനസ്സിലാക്കാനും അളക്കുവാനും നിങ്ങൾ ഒരിക്കലും പോകരുതേ. उस होटल में जब मैं पहुंचा, ഞാൻ ആ ഹോട്ടലിൽ ചെന്നപ്പോൾ किसी ने नहीं पूछा എന്നെ ആരും ചോദിച്ചില്ല, आप कहां से आए हैं, നിങ്ങൾ എവിടുന്നാ आप വന്നേ? कौन हैं, നിങ്ങൾ ആരാ? किसी ने नहीं पूछा. ആരും ചോദിച്ചില്ല. केवल मेरा आईडी लिया. എന്റെ ID കാർഡ് मैं होटल में था, ഞാൻ അവിടെ ആയിരുന്നു. पर मैं आपको कहना चाहता हूं, പക്ഷെ ഞാൻ പറഞ്ഞോട്ടെ, जिसका आईडी परमेश्वर बन जाए, ആരുടെ ID യേശുവായി മാറുന്നുവോ, जिसका परमेश्वर आईडी प्रकट करना बन जाए, ഏത് വ്യക്തിയുടെ ജീവിതത്തിൽ അവന്റെ ദൈവം അവനെ പ്രകടമാക്കുവാൻ തുടങ്ങുമോ, जिसकी पहचान को परमेश्वर प्रकट करना शुरू कर दे, ഏത് വ്യക്തി അവന്റെ അറിവ് ദൈവം പ്രകടമാക്കുവാൻ തുടങ്ങുമ്പോൾ, उसको, അവന് उस व्यक्ति को ആ വ്യക്തിക്ക് प्रभु के लोग ही नहीं, ദൈവത്തിന്റെ जो प्रभु को ആൾക്കാരല്ല, नहीं जानते, ദൈവത്തെ वो അറിയാത്തവർ भी അവര് आपकी पहचान के द्वारा, നിങ്ങളെ അറിഞ്ഞു आपकी पहचान के द्वारा. നിങ്ങളെ അറിയും. क्या आप जानते हैं आप लोग बहुत बहुमूल्य हैं? നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഒത്തിരി വിലപ്പെട്ടവരാണ്. എനിക്ക് अगर इसी सत्य के साथ आप बने रहेंगे, ഈ സത്യം നിങ്ങൾ അത് മുറുകെ പിടിച്ചാൽ आपकी आंखें कभी बंद नहीं होगी. നിങ്ങളുടെ കണ്ണുകൾ ഒരിക്കലും അടഞ്ഞു പോകത്തില്ല. ये यीशु मसीह पिता की मर्जी पूरी करने आया था. യേശു കർത്താവ് പിതാവിന്റെ ഇഷ്ടം തികച്ചെടുക്കുവാൻ ഈ ഭൂമിയിലേക്ക് വന്നു. और अगर हम परमेश्वर के पुत्र यीशु के सच्चे बेटे और बेटियां हैं, നമ്മള് ഈ പിതാവിന്റെ ശരിക്കുള്ള മക്കളാണെങ്കിൽ हमारे जीवन का एक ही लक्ष्य है, നമ്മുടെ ജീവിതത്തിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, उसकी इच्छा हमारे जीवन में पूरी हो जाए, ഈ കർത്താവിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ उसकी നിറവേറണം. मर्जी हमारे जीवन में पूरी हो ഈ जाए. ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ हम घटते जाएं, നമ്മൾ കുറഞ്ഞോ, हम शून्य हो जाएं, നമ്മൾ ശൂന്യമായി अपनी पहचान को मिट्टी में मिला दीजिए. നമ്മളെ തന്നെ മണ്ണിനോട് അങ്ങ് ചേർക്കാം. आपका स्थान क्या है उसे छोड़ दीजिए. നിങ്ങളുടേതായിട്ടുള്ള സ്ഥാനങ്ങൾ അങ്ങ് വിടാം. आज की रात आप अपने आप को धूल और मिट्टी बना दीजिए. ഇന്ന് രാത്രിയിൽ നിങ്ങളെ തന്നെ അങ്ങ് മണ്ണോളം താഴ്ത്ത്. प्रभु यहाँ से जाने से पहले आपको कीमती बर्तन बनाकर भेजेगा. ഇവിടുന്ന് നിങ്ങൾ പോകും മുൻപേ വിലയേറിയ മാനപാത്രങ്ങളായി ദൈവം നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. अगर प्रभु मुझे 5 बार मरने से बचा सकता है तो 5 പ്രാവശ്യം മരണത്തിൽ നിന്നും എന്നെ വിടുവിക്കാമെങ്കിൽ मैं उसका प्रमाण देता हूँ. ഞാൻ അതിന്റെ ആ പ്രമാണം തരികയാണ്. जिसे वो चुनता है, ആരെയാണോ उसके തിരഞ്ഞെടുക്കുന്നത്, जीवन के लिए ठहराए हुए काम को पूरे किए बिना वो कभी इस संसार को छोड़कर नहीं जाएंगे. ദൈവം അവരുടെ ജീവിതത്തെ കുറിച്ച് വെച്ചിരിക്കുന്ന പദ്ധതികൾ പൂർത്തീകരിക്കാതെ ഈ ലോകം വിട്ടു പോകുവാൻ കഴിയത്തില്ല. प्राण देने तक विश्वास योग्य बन जाइए. നമ്മുടെ ജീവൻ പോകുവോളം നമ്മൾ स्वर्ग വിശ്വസ്തത आपके साथ ആചരിക്കണം. चलेगा. സ്വർഗം നിന്റെ കൂടെ ചലിക്കും. परमेश्वर की आत्मिक योजनाएं आपके आगे पीछे चलेगी. ദൈവത്തിന്റെ പദ്ധതികൾ നിങ്ങളുടെ മുൻപും പിൻപും സഞ്ചരിക്കും. प्रभु आपको उस आत्मिक ऊंचाई में ले जाएगा. ദൈവം ആ ഉയരങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. अब ये कलीसिया नहीं रहेगी. ഇനിയിപ്പോൾ ഇതൊരു സഭയല്ല. Can I tell you truth? ഞാനൊരു സത്യം പറഞ്ഞോട്ടെ, अब ये कलीसिया नहीं रहने वाली है. ഇനിയിപ്പോ ഇതൊരു കൂട്ടായ്മയല്ല. आपको एक नई पहचान मिलने वाली है. നിങ്ങൾക്ക് ദൈവം ഒരു പുതിയ അറിവ് തരാൻ പോകുകയാണ്. आप बवंडर बनने वाले हो. ബവണ്ടർ, नहीं समझे? വേൾവിൻഡ്, നിങ്ങളെ ഒരു ചുഴലിക്കാറ്റാക്കി ദൈവം മാറ്റുകയാണ്. ഹല്ലേലൂയ. और बवंडर किसी भी चीज को नीचे नहीं ले जाता.
ഈ ഒരു ചുഴലിക്കാറ്റ് ഒരു കാര്യത്തിനെയും താഴോട്ട് കൊണ്ടുപോകത്തില്ല. जो भी उस बवंडर में आता है, അതിനകത്താര് വന്നാലും മുകളിലേക്ക് ചലിക്കുക. പ്രൈസ് ഗോഡ്.